ദൈവത്തിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത് രാത്രിയിലേക്ക് സന്തോഷമായിട്ട് സ്വർഗീയ പിതാവ് നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന്റെ വിശ്വസ്തകൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ സന്നദ്ധിയിൽ ആത്മാവിൽ ആരാധിച്ച് ദൈവത്തിനെ കേട്ട് അനുഗ്രഹീതരായി തീരുവാൻ വന്നുചേർന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ വചനം നമ്മോട് അറിയിക്കുന്ന കർത്താവിന്റെ ദാസനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഭവനത്തിൽ നിന്നിറങ്ങുമ്പോൾ ശൗലിന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: കാണാതെ പോയ കഴുതകളെ വീണ്ടെടുക്കണം. അതിനുവേണ്ടിയാണ് തന്റെ ദാസനുമായിട്ട് താൻ ഇറങ്ങി പുറപ്പെട്ടത്. മറ്റൊരു ലക്ഷ്യം തനിക്ക് ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ നമുക്കറിയാം, തിരികെ ശൗൽ വീട്ടിലെത്തുമ്പോൾ അവൻ ഇസ്രായേലിന്റെ രാജാവായിട്ടുള്ള അഭിഷേകവുമായിട്ടാണ് മടങ്ങി വന്നത്. വളരെ നിസ്സാരമായ ഒരു കാര്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഇറങ്ങി പുറപ്പെട്ടതെങ്കിലും ആ ദൗത്യ നിർവഹണത്തിനിടയ്ക്ക് അവന്റെ മേൽ വന്ന് പതിച്ചത് ഇസ്രായേലിന്റെ രാജത്വമാണ്. അത്ര ശക്തമായ ഒരു അഭിഷേകം ശൗലിന്റെ ശിരസിന്മേൽ ദൈവത്തിന് പകരാൻ കഴിഞ്ഞതുപോലെ ഇവിടെയുള്ള പുഴുവും തുരുമ്പും എടുക്കുവാൻ കഴിയുന്ന നിസ്സാരമായ വിഷയത്തിനൊരു വിടുതല വേണ്ടിയായിരിക്കും ആ ദൈവത്തിനെ തുടങ്ങി വെച്ചത്. എന്നാൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു ശക്തിക്ക് മടക്കാൻ കഴിയാത്ത ദിവ്യമായ സാന്നിധ്യമാണ് നമ്മെ ഓരോരുത്തരും ബലപ്പെടുത്തുവാൻ നമ്മുടെ നാഥൻ ശക്തനാണ്. ഹല്ലേലൂയ. ശ്രദ്ധമായ ഒരു അഭിഷേകം നമ്മുടെ മേൽ പകരുവാൻ ഈ ദിവസങ്ങളായിട്ട് കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ട് കർത്താവെ, ആ ദിവ്യ അനുഭവത്താൽ എന്നെ നിറയ്ക്കണമേ. വാഞ്ചയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവിന്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും വിശേഷാൽ വന്ദനം അറിയിക്കുന്നു. ഉപവാസ പ്രാർത്ഥന അതിൻ്റെ സമാപന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ആവേശത്തോടെ, കൂടുതൽ ആത്മസന്തോഷത്തോടെ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുവാൻ ഓരോരുത്തരും കാണിക്കുന്ന ആത്മീയ സന്തോഷത്തിനായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് സംഗീതരംഗം പറയുന്നത്, വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. പ്രൈസ് ദി ലോർഡ്. ആ പ്രാപിച്ചെടുത്ത ആത്മീയ സന്തോഷം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ, നമ്മിൽ നിന്ന് കവർന്നു കളയാതെ, ശത്രുഭാഗത്തിൽ നിന്ന് നമ്മിൽ വീണ്ടും വിജയം ഉറപ്പിക്കാതെ കരുത്തോടുകൂടെ നീങ്ങാൻ കർത്താവ് എല്ലാവർക്കും കൃപ തരട്ടെ. എല്ലാവരെയും വിശേഷാൽ വന്ദനം അറിയിക്കുന്നു. ബഹുമാന്യനായ കത്തുദാസിനോട് പ്രത്യേക വന്ദനം ഞാൻ അറിയിക്കുകയാണ്. കുഞ്ഞുങ്ങളെല്ലാവർക്കും വിശേഷാലുള്ള പ്രത്യേക സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ലേഖനങ്ങളുടെ ഓരോ ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. റോമാലേഖനം മുതൽ തുടർമാനമായി നമ്മൾ പഠിച്ചു വന്ന വിഷയങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ അകത്തളത്തിലുണ്ടെന്നറിയാം. ലേഖനങ്ങളെ നമ്മൾ വെറുതെ നോക്കിക്കാണുക മാത്രമായിരുന്നു. ലേഖനങ്ങളെ അപഗ്രഹിച്ച് പഠിക്കാൻ 21 ദിവസം കൊണ്ട് തീരില്ല. അത് പ്രാധാന്യമർഹിക്കുന്ന ഒരു പഠന മേഖലയാണ് ലേഖനങ്ങളുമായി ബന്ധപ്പെട്ട ഉപദേശ സംഹിതകൾ. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആത്മീയ ഉപദേശങ്ങളും പ്രായോഗിക ഉപദേശങ്ങളും ഒരുമിച്ച് സമന്വയിപ്പിച്ച് നമുക്ക് തന്നിരിക്കുന്ന ലേഖന മലരുകൾ മനോഹാരിതയേറെ തുളുമ്പി നിൽക്കുന്നവയാണ്. പഠിക്കുന്നതോറും ആത്മീയ ആവേശം കൂടി വരുവാൻ പര്യാപ്തമായത് നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ എങ്ങനെയായി എന്നുള്ളതിനെ കുറിച്ച് നോക്കിക്കാണാനും ഒക്കെ നമ്മെ സഹായിക്കുന്ന അനുഗ്രഹീതമായ പാഠഭാഗമാണ് ദൈവാത്മാവ് നമുക്ക് നൽകിത്തരാനിടയായത്. അത് നിങ്ങളോടൊത്ത് എനിക്കും ആത്മീയമായ ആശ്വാസമായി. നിരവധി ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത് കാണുകയും പഠിക്കുകയും ചെയ്യുന്നു. അവരിൽ നിന്നൊക്കെയുള്ള ഫീഡ്ബാക്ക് ലഭിക്കപ്പെടാനിടയാകുന്നുണ്ട്. ഒട്ടനവധി ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ പലരും ഇത് ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ തുടർമാനമായിട്ടുള്ള വിഷയങ്ങൾ കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഈ മരുഭൂ പ്രയാണത്തിൽ നമുക്ക് ആശ്വാസവും ആത്മധൈര്യവും നൽകുന്ന ദൈവത്തിൻ്റെ വചനചിന്തകൾ കൂടുതൽ ഇനിയും പഠിക്കുവാൻ കുറിച്ചെടുത്ത ചിന്തകളിലൂടെ ദൈവാത്മാവ് എന്ന നല്ല അധ്യാപകൻ നമ്മെ നടത്തേണ്ടതിന് പ്രാർത്ഥനയോടുകൂടെ അതുമായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ദൈവസ്ഥാനത്തിലായിരിക്കാൻ ഞാൻ വിശേഷാൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആത്മീയ ജീവിതത്തിൻ്റെ ഒരു തികവുണ്ട്, ഒരു പൂർണ്ണതയുണ്ട്. അതിലെത്തുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ പരിജ്ഞാനം, വചനത്തിൻ്റെ പരിജ്ഞാനം നാം പ്രാപിക്കണം. എബ്രായലേഖനം 10:26 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സത്യത്തിൻ്റെ പരിജ്ഞാനം. വിവിധ പരിജ്ഞാനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഏതാ? സത്യത്തിൻ്റെ പരിജ്ഞാനം. സത്യത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ പരിജ്ഞാനമാണ്. ആഴമേറിയ വചന പരിജ്ഞാനം അത് നമ്മൾ നേടിയെടുത്തേ മതിയാകുകയുള്ളൂ. എന്ന ആശയക്കുഴപ്പങ്ങൾ ഒത്തിരി വിതച്ചുകൊണ്ട് ഒട്ടനവധി പ്രഭാഷകരും ഒട്ടനവധി അധ്യാപകരും ആത്മീയ തലത്തിലുള്ളപ്പോൾ ദൈവവചനത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ അതിനെ തിരിച്ചറിയുവാനുള്ള വിവേചനത്തിൻ്റെ ബുദ്ധി നമ്മെ ഉണ്ടാകണം. അതുകൊണ്ട് സത്യത്തിൻ്റെ പരിജ്ഞാനം എനിക്ക് തരണമേ എന്ന അകവഴിഞ്ഞ പ്രാർത്ഥന എല്ലാവരിലും ഉണ്ടാകണം. 1-2 പരിജ്ഞാനം നാം അറിഞ്ഞേ പറ്റുകയുള്ളൂ. കുറേയേറെ പരിജ്ഞാനങ്ങൾ നമ്മൾ ഏതോ ഒരു സെഷനിൽ എഴുതിയതാണ്, ഓർമ്മയുണ്ടാകുമോ നിങ്ങൾക്ക്? അതിലൊന്നാണ് സത്യത്തിൻ്റെ പരിജ്ഞാനം. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിക്കപ്പെട്ടവൻ വേറൊരു പരിജ്ഞാനത്തിലേക്ക് വരണം. അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ പരിജ്ഞാനമാണ്. ദൈവ ഇഷ്ടത്തിൻ പരിജ്ഞാനം. കൊലോസ്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത് വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് മഹത്തായ ഒന്നാണ്.
ദൈവ ഇഷ്ടം നമ്മെക്കുറിച്ച് എന്താണെന്നുള്ളതിനെ കുറിച്ച് തിരിച്ചറിയാൻ കഴിയണം. അപ്പം വചന പരിജ്ഞാനം ഏറ്റെടുത്ത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൂടെ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് സമന്വയിക്കപ്പെട്ടാൽ ആ ജീവിതം ഒരിക്കലും താളഭംഗം വരികയില്ല. കാരണം വചന പരിജ്ഞാനത്തിൻ്റെ ട്രാക്കിലെ പ്രകാശം നമ്മെ മുൻപോട്ട് നയിക്കാൻ, മുൻപോട്ട് കുതിക്കാൻ പര്യാപ്തമാണ്. അപ്പോൾ തന്നെ എങ്ങനെ വേണം കുതിക്കേണ്ടത്, എന്ത് വേണം എന്ത് വേണ്ട, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട, എവിടെ പോകണം എവിടെ പോകണ്ട എന്നിത്യാദി ഇഷ്ടം, ആ പരിജ്ഞാനം കൂടെ നാം തിരിച്ചറിയുമ്പോൾ അബദ്ധങ്ങളൊന്നും സംഭവിക്കുകയില്ല. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? ചില പറയും പറ്റിപ്പോയി, എന്ത് ചെയ്യാനാ, വീണുപോയി, തകർന്നുപോയി, താഴ്ന്നുപോയി, തളർന്നുപോയി എന്നൊക്കെ പറയാറുണ്ട്. കുംഭസാരം എളുപ്പമാണ്, പക്ഷേ അതിനു മുൻപ് ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിന് ഉടമകളായി നമ്മൾ മാറിയാൽ ആ പരിദേവനത്തിന് വകയില്ലാത്ത വിധം ദൈവം നമ്മെ ജയത്തിന്റെ ട്രാക്കിലേക്ക് നയിപ്പാനിടയാകും. നമ്മൾ ക്രൈസ്തവീകതയിൽ പ്രാപിച്ചെടുക്കേണ്ട ജയമെന്ന് പറയുന്നത് സാധാരണ ഒരു ജയമല്ല, കഷ്ടിച്ച് രക്ഷപ്പെടുക എന്നുള്ളതല്ല. പകരം നാം പ്രാപിക്കേണ്ടത് പൂർണ്ണ ജയമാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് പൂർണ്ണ ജയം? ഈ ഉപവാസത്തിന്റെ ദിനങ്ങൾ ഏതാണ്ട് സമാപിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മെ ഭാഗികമായ വിഷയ വിജയത്തിലേക്കല്ല, പകരം പൂർണ്ണ ജയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിനകത്ത് ഉപവസിച്ച ദൈവമക്കൾ ഭാഗികമായും പൂർണ്ണമായും ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ ഒന്നും ഉപവസിക്കാൻ കഴിയാതെ പോയവരുമുണ്ടാകാം, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടൊക്കെ. എന്നാൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് നീ ഉപവസിക്കാത്തത് കൊണ്ട് നിന്റെ വിഷയത്തിന് പരിഹാരമില്ലെന്നൊന്നും ദൈവം ചാറ്റി പിടിക്കുന്ന ആളല്ല. അങ്ങനെ ഒരു വ്യക്തിത്വമല്ല നമ്മുടെ ദൈവം. ഓക്കെ, ഉപവസത്തോടെ നാം ഇരിക്കുമ്പോൾ, അതല്ലാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന്റെ അവസ്ഥ അറിഞ്ഞ്, നമ്മുടെ അകതാരിന്റെ ആ വേദന അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് കർത്താവ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ കലങ്ങി പറഞ്ഞതുകൊണ്ടോ നമ്മൾ പട്ടിണി ഇരുന്നത് കൊണ്ടോ അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഒരു വലിയ വിചാരമുണ്ട്, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഒരു വലിയ കൺസെപ്റ്റ് ഉണ്ട്. അത് തന്നേ പറ്റുള്ളൂ, അത് ചെയ്തേ പറ്റുള്ളൂ, എഴുന്നേൽപ്പിച്ചേ പറ്റുള്ളൂ, സൗഖ്യമാക്കിയേ പറ്റുള്ളൂ, ആ കടം വീട്ടിയേ പറ്റൂ, ആ രോഗബന്ധനം അടിച്ചേ പറ്റൂ എന്ന് ദൈവത്തിനൊരു ഹിതമുണ്ട്. അത് കർത്താവ് നിവർത്തിക്കുക തന്നെ ചെയ്യും. പക്ഷേ ആ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടേണ്ടതിന് നമ്മിൽ ഒരു ക്രമീകരണം വരുത്തുക. അതിനുവേണ്ടിയാണ് നാം ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നത്. വചനം കേട്ടിട്ട് ആ ക്രമീകരണം ഏറ്റെടുത്തവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളെല്ലാത്തിനും തികഞ്ഞവരാണെന്ന് നമ്മൾ സ്വയം അവകാശപ്പെടുമ്പോൾ തികവില്ലാത്ത ഒട്ടനവധി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ മേഖലകൾ മുഴുവനും ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാന പ്രകാരം തികവിലേക്ക് വരാനുള്ള ആത്മീയ ദൂതുകളുടെ ഒരു വലിയ പ്രവാഹമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഓരോ സെഷനുകളിലും ദൈവം നമുക്ക് നൽകിത്തരാനിടയായത്. ആ ചിന്തകളെല്ലാം ഹൃദയത്തിൽ മറന്നുപോകാതെ ഈ മഹാമരുഭൂമിയിലെ പ്രയാണത്തിൽ നമുക്ക് ഉപകാരമാകട്ടെ, തണലാകട്ടെ, ആശ്വാസമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 25-ാമത് വാക്യം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 25-ാമത് വാക്യം. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയവനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. നിങ്ങൾ ഒരിക്കൽ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. നമ്മുടെ പൂർവ്വകാലത്തെ കുറിച്ച് പത്രോസ് പറയുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ എവിടെ വന്നിരിക്കുന്നു? നിങ്ങളുടെ ആത്മാക്കളുടെ ഉടയവനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഒരു വാക്യം കേട്ട ഒരു നല്ലതേ പറയണം, അതൊരു നല്ല കാര്യമാണ്. ക്രൈസ്തവോ ഈ ഇസ്ലാമിന്റെ മതപ്രഭാഷണ പരമ്പര കേട്ടിട്ടുണ്ടോ? എവിടെ? അതിന് നമുക്ക് നേരം ഉണ്ടോ? അതിൽ അവരുടെ പ്രഭാഷകൻ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ, പ്രഭാഷണം നടത്തുന്ന കൂട്ടത്തിൽ ഖുർആനിൽ നിന്ന് ഒരു വേദസൂക്തം ഉച്ചരിച്ചു കഴിഞ്ഞ ഉടനെ ഇരിക്കുന്ന ജനം മുഴുവനും ആമേൻ എന്ന് പറയും. കാരണം കേട്ടത് വേദവചനമാണെന്ന് അവരുടെ ചിന്ത. അതുകൊണ്ട് അതങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവര് വളരെ ഭവ്യതയോടെ ആമേൻ പറയും. വേദപുസ്തകത്തിലെ ഇട്ടിവെട്ടുന്ന വാക്ക് ഏത് പറഞ്ഞാലും നമ്മളൊക്കെ ഇരിപ്പിരിക്കുകയല്ലാതെ നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു അവസ്ഥ. പിന്നെ പ്രസംഗകൻ ഒരു ഹല്ലേലൂയ പോടുവോ എന്ന് പറയുമ്പോൾ നമ്മൾ വേണമെങ്കിൽ 1 അല്ല 3 എണ്ണം പോടും. അത് നമ്മുടെ ഒരു വേറെ സ്റ്റൈലുമാണ്, അല്ലേ? എന്നാലും ഒരു വചനം കേട്ടാൽ നമ്മൾ എന്തോ ചെയ്യത്തില്ല, സ്വാഭാവികമായിട്ട് ഒരു ഹല്ലേലൂയ പറയത്തില്ല. ഈ വാക്യത്തിന്റെ ഘടന കേട്ടോ, നിങ്ങൾ തെറ്റിവിടുന്ന ആളുകളായിരുന്നു, ഇപ്പോൾ നിങ്ങൾ എവിടേക്ക് വന്നിരിക്കുന്നു? നിങ്ങളുടെ ആത്മാക്കളുടെ ഉടയവനും അധ്യക്ഷനുമായവങ്കിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഉപവാസ പ്രാർത്ഥനയുടെ സമാപനത്തെങ്കിലേക്ക് എത്തുമ്പോൾ കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയിരിക്കുന്നത് എവിടേക്കാണെന്ന് നാം തിരിച്ചറിയണം. ആശങ്കപ്പെട്ട്, ആവലാതിപ്പെട്ട്, വേവലാതിപ്പെട്ട് പരിദേവനങ്ങളും പരാതികളും ഇല്ലായ്മകളും വല്ലായ്മകളുമായി തെറ്റി ഉഴഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന്, ആശങ്കപ്പെട്ടിരുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് നമ്മെ കൂട്ടി വരുത്തിയിരിക്കുന്നത് എവിടെയാണ്? ഈ പ്രാർത്ഥനയുടെ ദിനങ്ങൾ ഏതാണ്ട് തീരാൻ പോകുമ്പോൾ നമ്മൾ എവിടെ വന്നിരിക്കുന്നു എന്നതിനെ കുറിച്ച് അവബോധമുണ്ടാകും. അതാണ് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നമുക്ക് നൽകിത്തരാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന വേദഭാഗം. സന്തോഷമാണോ? സന്തോഷത്തോടെ ഹല്ലേലൂയ പറ.
പത്രോസ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ അപ്പോസ്തലനെ കുറിച്ച് നാം ഒത്തിരി കേട്ടിട്ടുണ്ട്. വേദപുസ്തകത്തിലെ മിക്ക താരങ്ങളെക്കുറിച്ചും പ്രസംഗകർ വാദോരാതെ പറയാറുണ്ട്. അതിൽ പഴയ നിയമ താരങ്ങളായിരിക്കാം കൂടുതൽ, പക്ഷേ പുതിയ നിയമത്തിൽ കൂടുതൽ പരാമർശിക്കപ്പെടുന്നത് പത്രോസ്, പൗലോസ് അടക്കമുള്ള ആളുകളെ കുറിച്ചായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ പാഠങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാനായിട്ടുണ്ട്. പത്രോസിന്റെ ജീവിതത്തെ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ ക്രിസ്തുരഹിത കാലം, ക്രിസ്തു സഹിത കാലം, ആത്മപൂർവ്വകാലം, ആത്മപ്രാപണ പൂർവ്വകാലം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് വിവരിക്കാൻ കഴിയുന്ന കുറേ കാലങ്ങളുണ്ട് പത്രോസിന്റെ ജീവിതത്തിൽ. ഒരു മുക്കുവനായിരുന്നു. മത്സ്യബന്ധന തൊഴിൽ ഏർപ്പെട്ടിട്ട് കാലയാപനം കഴിക്കേണ്ടതിന് വേണ്ടി ഏർപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. കൂട്ടുകാരുമൊത്ത് ഗലില തടാകത്തിന്റെ തീരത്ത് പാർക്കുന്ന ഒരാൾ ആ തടാകത്തിൽ നിന്ന് ലഭിക്കപ്പെടുന്ന മത്സ്യങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ചായിരുന്നു തന്റെ ജീവിതത്തിന്റെ ഗതിവിഗതികൾ പൊക്കൊണ്ടിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ തന്റെ സഹോദരൻ തന്നെ യേശുവിലേക്ക് നയിക്കാനിടയായ അന്നു മുതൽ ആ ജീവിതത്തിന് നിർണായകമായ മാറ്റം ഭവിക്കുകയായിരുന്നു. ക്രിസ്തുരഹിത കാലം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുൻപ് പത്രോസിന്റെ ജീവിതം ഒരു സാധാരണ വ്യക്തിയുടെ ഒരു അനുഭവമായിരുന്നു. പക്ഷേ കർത്താവിനെ അറിഞ്ഞ്, മിശിഹയാണത് എന്നറിഞ്ഞ ആ അറിവ് അവനിലേക്ക് വ്യാപരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം വിട്ട് കർത്താവിന്റെ പിന്നാലെ കൂടാനിടയായി. കർത്താവിന്റെ കൂടെ വരുമ്പോഴും മാനുഷികമായിരിക്കുന്ന ചില പരുക്കൻ സ്വഭാവങ്ങളും ചില വികല്പങ്ങളും വികലതകളും എല്ലാം അവനിൽ തന്നെ ഉണ്ടായിരുന്നു. ആ അവസ്ഥകൾക്കെല്ലാം മാറ്റമുണ്ടാകുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷമാണ്. പത്രോസിന്റെ ജീവിതത്തെ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് താല്പര്യം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് മുൻപുള്ള പത്രോസിന്റെ ജീവിതം, പ്രാപിച്ചതിന് ശേഷമുള്ള പത്രോസിന്റെ ജീവിതം രണ്ടും വ്യത്യസ്തമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ കൂടെ നടന്ന ആളായിരുന്നെങ്കിൽ പോലും ജീവിതത്തിൽ ഒത്തിരി വൈകല്യങ്ങൾ കാട്ടിയിട്ടുള്ള ഒരാളാണ്. യേശുവിന്റെ കൂടെ നടക്കുമ്പോഴും അബദ്ധങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇറങ്ങിച്ചാടി വെള്ളത്തിലേക്ക് താണുപോയതും പിന്നെ യേശുവിന് വേണ്ടി വേറൊരുത്തനെ കൊല ചെയ്യാൻ ഒരുപ്പെട്ടതുമൊക്കെ പത്രോസിന്റെ ജീവിതത്തിന്റെ പാളിച്ചകളാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അദ്ദേഹം നല്ല ഹൈലൈറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. എന്നെക്കുറിച്ച് നാട്ടുകാരെന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉടനടി ഉത്തരം പറയുന്നത് പത്രോസാണ്. ഏറ്റവും ഒടുവിൽ യേശു ചോദിക്കുന്നു, ആയിക്കോട്ടെ നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയട്ടെ, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു, വാട്ട് യു തിങ്ക് ഓഫ് മീ എന്ന് യേശുവിന്റെ ചോദ്യത്തിന് ഉത്തരം യോഹന്നാനോ യാക്കോബോ മറ്റാരെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നതിന് മുൻപ്, ഒരുപ്പെടുന്നതിന് മുൻപ് പത്രോസിന്റെ ശബ്ദമാണ് നാം കേൾക്കുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന ശുശ്രൂഷയിൽ ഒത്തിരി ഹൈലൈറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ തന്നെ വികല്പങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഈ പത്രോസിനെയാണ് കർത്താവ് പെന്തക്കോസ്തിന്റെ തീച്ചൂളയിൽ പിടിച്ചിരുത്തുന്നത്. ആ പ്രാപണത്തിന് ശേഷം പത്രോസിന്റെ സ്വഭാവത്തിന്റെ രീതികൾ തികച്ചും വ്യത്യസ്തമാകുകയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ക്ഷിപ്രകോപിയായവൻ, വെട്ടാനോ കൊല്ലാനോ പെട്ടെന്ന് തയ്യാറാകുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. അതെല്ലാം നമുക്കറിയാം. പ്രാണരക്ഷാർത്ഥം യേശുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പത്രോസിനെ നമുക്കറിയാം. ഇതെല്ലാം അവന്റെ ഭീരുത്വത്തിന്റെയോ അതല്ലെങ്കിൽ മാനുഷികമായിരിക്കുന്ന പരിമിതികളുടെയോ അല്ലെങ്കിൽ മാനുഷികമായി അവനിലേക്ക് വ്യാപരിക്കപ്പെടാത്ത ആത്മീയമായി ചൈതന്യമില്ലായ്മയുടെ ഒക്കെ അനുഭവം ഉണ്ടായിരിക്കാം. പക്ഷേ അതിന് തികച്ചും വ്യത്യസ്തമായ പത്രോസിനെ നാം കാണുന്നു. പെന്തക്കോസ്തിന്റെ ആ തീച്ചൂളയിൽ നിന്ന് ഉയർകൊള്ളുന്ന പത്രോസിനെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മളൊരു തിരിച്ചറിവിലേക്ക് വരണം. ഉപവാസം അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ സകല ദൈവമക്കളും അറിയണം, പാടി പ്രാർത്ഥിച്ച കൂട്ടായ്മ കൂടി ഇങ്ങനെ പോകുക എന്നുള്ളതിനേക്കാളെല്ലാം അധികമായി വ്യക്തിപരമായി അഭിഷേകത്തിന്റെ കരുത്ത് നാം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, ആത്മശക്തിയുടെ അധിവാസം നമ്മുടെ അകത്തുണ്ടാകുന്നില്ലെങ്കിൽ പേടിച്ച് നമ്മൾ പുറകോട്ട് മാറിപ്പോകും. ചില പ്രതിസന്ധികളുടെ മുമ്പിൽ മാനുഷികമായ തീരുമാനങ്ങളിൽ നമ്മൾ ആകപ്പാടെ നിർബന്ധിതരായി പോകും. എന്നാൽ ഉചിതമായ തീരുമാനം ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനപൂർത്തി പ്രാപിച്ചുകൊണ്ട് യുക്തമായി ചുവടുവയ്ക്കാൻ കഴിയണമെങ്കിൽ ആത്മ അധിവാസം നമ്മിൽ ഉണ്ടാകണം. ഈ ദിവസങ്ങൾ അത്രയും ദൈവസന്നിധിയിൽ ഇരുന്നു കൊടുത്തിട്ട് ആത്മശക്തി അകത്ത് പ്രാപിച്ചു എന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? മേൽ പ്രാപിച്ചാൽ പോരാ, ഇത് അഭിഷേകം അകത്ത് വ്യാപരിക്കപ്പെടണം, ആത്മാവാധിവാസം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഒരു 16 വയസ്സുകാരി പെങ്കൊച്ച പറഞ്ഞത്, നീ യേശുവിന്റെ കൂടെയായിരുന്നു എന്നാണല്ലോ തോന്നുന്നത്, നിന്നെ കണ്ടിട്ടങ്ങനെ തോന്നുന്നല്ലോ. അവൻ പറഞ്ഞു, മുഖത്ത് നോക്കി പച്ചക്കള്ളം പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല. പഠിക്കട്ടിറങ്ങി താഴോട്ട് വരുമ്പോൾ വേറൊരു എതിർപെട്ട് വന്നു. അവനും പറഞ്ഞു, നീ യേശുവിനോട് കൂടെ ആയിരുന്നില്ലേ, നിന്റെ ഗുരുവിനെ പിടിച്ചല്ലോ, നീയും അവനോട് കൂടെ ആയിരുന്നില്ലേ. അവന്റെ മുഖത്ത് നോക്കി അടുത്ത കള്ളം ആവർത്തിക്കുന്നു, ഹേയ് ഞാൻ അവനെ അറിയുന്നതേ ഇല്ല. അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന അബദ്ധമാണെന്ന് കണ്ടിട്ട് പത്രോസ് നേരെ പോകുന്നത്
യേശുവിനെ പിടിച്ച പാപികൾ ആ തണുപ്പുള്ള രാത്രിയിൽ തീ കായുന്ന ഇടത്തേക്കാണ്. അവരുടെ കൂട്ടത്തിൽ ചെന്നിരുന്നാൽ ആരും അറിയില്ല, ആരും സംശയിക്കില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ ബുദ്ധി. കണ്ടോ, ചില പ്രത്യേക ഘട്ടങ്ങൾ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനകത്ത് ദൈവനിയോഗമില്ലെങ്കിൽ മണ്ടൻ തീരുമാനമായിരിക്കും നമ്മൾ എടുക്കുക. ആ തീരുമാനം നമ്മളെ ആപത്തത്തിൽ കൊണ്ട് ചാടിക്കുകയും ചെയ്യും. പക്ഷെ ആത്മാധിവാസം അകത്തുള്ളവൻ മണ്ടത്തരത്തിന് പോകത്തില്ല. അവന് വ്യാപരിക്കുന്ന ദൈവശക്തിയാകിയാൽ എളിമയാർന്ന ബുദ്ധിയുടെ ഒരു അഭിഷേകം അവന് വ്യാപരിക്കും. നോക്കിക്കേ, യേശുവിനെ പിടിച്ച പാപികളോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരെല്ലാം യേശുവിനെ പിടിച്ചവരുടെ കൂട്ടത്തിലുള്ളതാണ്. ഇപ്പോൾ കൂട്ടായ്മ ആരുമായിട്ടാണ് നോക്കിക്കേ, പ്രാണക്ഷാർത്ഥ പലായനം ചെയ്യുന്നവന്റെ കൂട്ടായ്മ ആരുമായിട്ട് ആരും തന്നെ തിരിച്ചറിയരുത് എന്ന ആഗ്രഹത്തോടുകൂടി അവർക്കൊപ്പം ഇരിക്കുന്നു. പക്ഷെ രക്ഷപ്പെടാൻ പറ്റിയില്ല. അവിടെ ചെന്നപ്പോൾ അടുത്തിരുന്നവൻ തീ കാഞ്ഞുകൊണ്ട് വിറക് ചുള്ളികൾ എടുത്ത് തീയിലേക്ക് ഇട്ട് തീക്ക് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഇവരും ഒരു കൂട്ടുകാരനെ പോലെ ഇരിക്കുമ്പോ അവിടെ ഒരാൾ ചോദിച്ചു, ഏയ് സുഹൃത്തെ, നീയും യേശുവിനോട് കൂടെ ആയിരുന്നില്ലേ? കണ്ടിട്ടുണ്ടല്ലോ നിന്നെ അവിടെ ഇവിടെയൊക്കെ വെച്ച്. ഓ, നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്. ഞാൻ അവനെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്ന പോലുമില്ല. കള്ളം ആവർത്തിക്കുകയാണ്. ആത്മാവിന്റെ അധിവാസം അകത്തില്ലെങ്കിൽ കള്ളം ആവർത്തിക്കും. പിടിച്ചു നിൽക്കുവാനുള്ള പഴുതുകൾ തേടി നമ്മൾ ആകപ്പാടെ വല്ലാതെയായി പോകും. മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു നിൽക്കുവാൻ നമ്മൾ വല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. ആത്മാധിവാസമുള്ളവന് യുക്തമായ തീരുമാനമെടുക്കും. ഇന്ന് പകൽ ഞങ്ങൾ പഠിച്ചു ഫിലേമോന്റെ ലേഖനം 8ാമത് വാക്യം. ഗംഭീരമാണ്. പകലില്ലാതിരുന്നവരുടെ അറിവിലേക്ക് ഞാൻ പറയാം. പൗലോസ് പറയുന്നു, ഞാൻ വയസ്സനാണ്, എന്നാലും ഞാൻ യുക്തമായത് നിന്നോട് പറയുന്നു. പ്രായം അങ്ങേ അറ്റമെത്തി, ഞാൻ വയസ്സൻ എന്ന് പൗലോസ് തന്നെ പറയുന്നു. ഐ ആം ആൻ ഓൾഡ് മാൻ. വയസ്സനാണ് ഞാൻ, പക്ഷേ ആ പ്രായാധിക്യത്തിന്റെ വികലതകളൊന്നും എൻ്റെ വാക്കുകളിലില്ല, എൻ്റെ തീരുമാനങ്ങളിലില്ല. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറയുന്നത് യുക്തമായതാണ്. 8ാം വാക്യം കുറിച്ചു വെച്ചോണം. ഫിലേമോന്റെ ലേഖനം 8ാമത് വാക്യം, യുക്തമായത് നിന്നോട് കൽപ്പിപ്പാൻ എനിക്ക് ഇപ്പോഴും ക്രിസ്തുവിൽ ധൈര്യമുണ്ട്. കണ്ടോ, ക്രിസ്തുവിൽ ധൈര്യം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ് ആ വാക്യവുമായി പൊരുത്തപ്പെടുന്ന അതിന്റെ ഇണയായൊരു വാക്യം. 2 കൊരിന്ത്യർ 4-ന്റെ 3-ന്റെ 4-ാം വാക്യം എടുത്തു വെച്ചാൽ ഒന്ന് വായിച്ചേ. അച്ഛാ പുസ്തകം മാറ്റി, അത് തന്നെയല്ലേ? ഓക്കെ, നമ്മൾ കമസ്ട്രി ഉണ്ടായിരുന്നു, ആ പുസ്തകം കൊണ്ട് അത് പോയി പോട്ടെ. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും. 2 കൊരിന്ത്യരാ ഞാൻ പറഞ്ഞു. 2 കൊരിന്ത്യർ 3-ന്റെ 4. 2 കൊരിന്ത്യർ, അതൊന്ന് കൊരിന്ത്യർ എപ്പോ വായിച്ചു? 2 കൊരിന്ത്യർ 3-ന്റെ 4-ാമത് വാക്യം. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിൽ ഉണ്ട്. ഓ, ഈ വിധം ഉറപ്പ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ആധികാരികത വെളിപ്പെടുത്തുന്ന മനോഹരമായ ഒരു വാക്യം. പൗലോസ് പറയുകയാണ്, ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ആര് നിമിത്തമുണ്ട്? ക്രിസ്തുവിൽ ഉണ്ട്. ആ വാക്യത്തിന്റെ വേറൊരു ഭാഷ്യമാണ് നമുക്ക് ഫിലേമോന്റെ ലേഖനത്തിൽ വായിക്കാൻ കഴിയുന്നത്. ഞാൻ വയസ്സനാണ്, പക്ഷേ നിന്നോട് ഇത് കൽപ്പിപ്പാൻ എനിക്ക് ക്രിസ്തുവിൽ ധൈര്യമുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഉപവാസം അടുത്ത ദിവസം ആശീർവാദം കേൾക്കാം. 3 ഹല്ലേലൂയ. ഓരോ സെഷൻ കഴിഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ നാളെ രാത്രിയിലോ അടുത്ത ദിവസത്തെ വെള്ളിയാഴ്ച രാത്രിയിലെ യോഗം കഴിയുമ്പോൾ പറയുന്ന ആശീർവാദം 21 ദിവസങ്ങളുടെ യോഗത്തിന്റെ മുഴുവൻ ആശീർവാദമാണ്. അത് പറഞ്ഞ് 3 ഹല്ലേലൂയ പറഞ്ഞിട്ട് പടിക്കെട്ട് കയറി കഞ്ഞി കുടിച്ചിട്ടാണല്ലോ പോകുന്നത്. കഞ്ഞി കുടിച്ചിട്ട് പടിക്കെട്ട് കയറുമ്പോൾ ഈ വാക്യം പറയാൻ പറ്റുമോ? ക്രിസ്തുവിൽ എനിക്ക് ഈ വിധം ഉറപ്പുണ്ട് ദൈവത്തോട്. ഇത് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉപവാസം അവസാനിപ്പിക്കരുത്, തുടർന്നോണം. ഇത് അടുത്ത ദിവസവും ഈ ഉറപ്പ് പ്രാപിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. എനിക്ക് ക്രിസ്തുവിൽ ഉറപ്പുണ്ട് ദൈവത്തോട്. ദൈവത്തിന് മുമ്പാകെ എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. ദൈവത്തിന് മുൻപാകെ എനിക്ക് നന്നായി നിൽക്കാൻ കഴിയുന്നുണ്ട്. എനിക്ക് തല കുനിക്കേണ്ടതില്ല, ഞാൻ ഒളിച്ചു നിൽക്കേണ്ടതില്ല, ഞാൻ ഉൾവലിയേണ്ടതില്ല. എനിക്ക് ഈ വിധം ഉറപ്പുണ്ട്. ഓ, ആ വാക്കിന് മുമ്പിൽ ഞാൻ ഭയപ്പെടുന്നു. ആ വാക്യം വായിച്ചപ്പോൾ എന്റെ അന്തരംഗം പടച്ചുപോയി. എത്ര പേർക്കുണ്ട് ക്രിസ്ത്യ ജീവിതത്തിൽ ഈ വിധം ഉറപ്പ്? ആരോട് ഉറപ്പുണ്ടെന്നാ? ശുശ്രൂഷകനോടോ അമ്മയ്ക്കോടോ ഭാര്യയോടോ ഭർത്താവിനോടോ അല്ലെന്ന് എല്ലാം അറിയുന്ന ദൈവത്തോട് എനിക്ക് ഉറപ്പുണ്ട്. അതാകട്ടെ ഉപവാസത്തിന്റെ ഏറ്റവും വലിയ ശ്രദ്ധത, അതാകണം ഉപവാസത്തിന്റെ മഹത്വം. ഓക്കെ, ആ വാക്യം, ഈ 2 വാക്യങ്ങളെ കണക്ട് ചെയ്ത് കൊള്ളണം. ഏതാ? 2 കൊരിന്ത്യർ 3-ാം അധ്യായം 4-ാമത് വാക്യവും പിന്നെ ഫിലേമോന്റെ ലേഖനം 8-9 വാക്യങ്ങളും. ഈ വിധം ഉറപ്പെനിക്ക് നിന്നോട് പറയാനായിട്ടുണ്ട്. ഞാൻ വയസ്സനാണ്, അതുകൊണ്ട് വയസ്സനായതുകൊണ്ട് വികലതകളൊന്നുമില്ല. ഞാൻ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ യുക്തമായത് തന്നെ. ആ യുക്തം എന്ന പദമാണ് എനിക്കിഷ്ടം. യുക്തമായത്, മണ്ടത്തരമല്ല ചെയ്യുന്നത്, പിന്നെ യുക്തമായി. ഈ യുക്തമായത് ചെയ്യാനും യുക്തമായത് പറയാനും നമ്മെ പ്രേരിപ്പിക്കുന്നത് ജനിതക ഗുണമൊന്നുമല്ല.
അമ്മ തന്ന മുലപ്പാലിന്റെ സവിശേഷം തായ് ഗുണമൊന്നുമല്ല, അപ്പന്യ ഗുണമൊന്നുമല്ല, അകത്തധിവസിക്കുന്ന ആത്മശക്തിയുടെ വ്യാപാരമാണ്. നമ്മൾ മിടുക്കന്മാരായി വന്നു എന്ന് പറയുന്നത് പഠിച്ചെടുത്ത പാണ്ഡിത്യമല്ല, വായിച്ചറിഞ്ഞ കഴിവുകളൊന്നുമല്ല. പക്ഷെ അകത്ത് ആത്മാവ് അധിവസിക്കുന്നുണ്ടെങ്കിൽ, എന്ന അക്ഷരം അറിയത്തില്ലെങ്കിൽ പരിജ്ഞാന ബുദ്ധിയോടെ നിൽക്കാൻ കർത്താവ് നമ്മെ സഹായിക്കും. അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആത്മാവിന്റെ അഭിഷേക ശക്തി അകത്ത് വ്യാപരിക്കും. ഇവ പറയുന്നത് ഞാൻ അറിയുന്നില്ല. എടുത്ത തീരുമാനം തെറ്റായി പോകും. എൻ്റെ അടുത്തോടെ പറയണമായിരുന്നു, അതെ, കഴിഞ്ഞ 3 വർഷം ഞാൻ യേശുവിനെ മുട്ടിവിടുവിൽ തട്ടി നടന്നവനാണ്. യേശുവാണ് ലോകരക്ഷകൻ, അവരാണ് മിശിഹ എന്ന് പറയണമെന്ന് ഉള്ളിൽ ബോധമുണ്ട്. പക്ഷെ പുറത്ത് മിണ്ടാൻ മേലെന്ന് പറഞ്ഞ പോലെ ഉള്ളിൽ ബോധമുണ്ടെങ്കിലും അയ്യോ എന്ന് വിളിക്കാൻ പറ്റാതെ ആയിപ്പോയ ഒരവസ്ഥയാണ് ആർക്ക്? പത്രോസ്. അവൻ അവിടെയും പറഞ്ഞത് കള്ളത്തിന്റെ ആവർത്തനമാണ്, ഞാൻ അവനെ അറിയുന്നില്ല. ഓക്കെ, അറിയുന്നില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അടുത്ത ഒരു പുള്ളി പറയുന്നു, അത് കള്ളമാണ് നീ പറയുന്നത്, നിന്റെ വാക്കും ഭാഷണവും എന്തോ ചെയ്യുന്നുണ്ട്, അത് തെളിയിക്കുന്നുണ്ട് നീ ഉപദേശിക്കാന്നുള്ളത്. നമ്മുടെ വാക്കിൽ പിടിവിടും കേട്ടോ, നമ്മുടെ ഭാഷയിൽ എന്തോ ചെയ്യും. പെന്തക്കോസ് ഞാൻ പെന്തക്കോസിനൊന്നും അല്ല എന്നും പറഞ്ഞ് ആർക്കും ഒഴിയാനൊന്നും പറ്റത്തില്ല. നാക്കനയ്ക്ക് വല്ലതും പറഞ്ഞു പോയ പെന്തക്കോസ് ഭാഷ പുറത്തു വരും. അന്യഭാഷയല്ല, പെന്തക്കോസുകാർ മാത്രം പറയുന്ന ചില ഭാഷകളുണ്ട്, അറിയാമോ? അത് പുറത്തു വരും. പത്രോസ് പറഞ്ഞു ഞാൻ അവനെ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ ശൈലി കേട്ടവൻ പറഞ്ഞു, നിന്റെ ഭാഷ എന്ത് ചെയ്യുന്നുണ്ടത്? ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുവാൻ ഇടയായതിന് തക്കതിൻ വണ്ണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേ അറിയാം ഇത് ബന്ധക്കോസാന്നുള്ള കാര്യം. മനസ്സിലായി? നമുക്ക് അങ്ങനെ ചില ശൈലികളുണ്ട്, നമ്മുടേതായ ചില ശൈലികൾ ഉണ്ടോ. ആയിത്തീർന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുടങ്ങുമ്പോൾ മനസ്സിലാക്കിക്കോണം, ഇത് ഏതോ ഒരു ആത്മീയ ഇടപാട് തന്നെയാണ്. അപ്പം നമുക്ക് ഇതിനകത്തൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒഴിവാക്കാൻ പറ്റത്തില്ല. പത്രോസ് അവിടെ പിടിക്കപ്പെടുകയായിരുന്നു. യേശുവിനെ ഇവിടെ ഇരുന്ന് നോക്കിക്കേ, 1-ാം സങ്കീർത്തനം 1-ാമത്തെ പോപ്പ് തെറ്റിക്കുന്നത് അറിയാം. ദുഷ്ടന്മാരുടെ ആഗ്രഹപ്രകാരം പാപിയുടെ വഴിയിൽ എന്തോ ചെയ്യരുത്, പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? യോഹന്നാൻ പറയുന്നു അവൻ ഇരുന്നു, ലൂക്കോസ് പറയുന്നു അവൻ നിന്നു. ഇതിലേതാ ശരി? ലൂക്കോസ് പറയുന്നതാണോ ശരി, യോഹന്നാൻ പറയുന്നതാണോ? തീ കാഞ്ഞുകൊണ്ടിരുന്നവരുടെ കൂട്ടത്തിൽ പത്രോസ് നിന്നു എന്നൊരു സുവിശേഷം. വേറെ സുവിശേഷം പറയുന്നു അവൻ ഇരുന്നു. ഏതാണല്ലോ ശരി? ആർക്ക് വോട്ട് കൊടുത്തു നിങ്ങൾ? അതെ, 2 ശരിയാന്നുള്ളതാ ശരി. രണ്ടുപേരും പറഞ്ഞെന്താ? തീ കാഞ്ഞുകൊണ്ട് നിന്നു, കാല് കഴിച്ചപ്പോൾ എന്തോ ചെയ്തു, അവിടെ ഇരുന്നു. മനസ്സിലായി? പാപിയുടെ വഴിയിൽ എന്തോ ചെയ്യരുത്, നിൽക്കരുത്. പാപിയുടെ വഴിയിൽ അധികം നേരം നിന്നാൽ പരിഹാസയുടെ ഇരിപ്പിടത്തിൽ എന്തോ കിട്ടും, ഇരിപ്പിടം കിട്ടും. പരിഹാസയുടെ ഇരിപ്പിടത്തിലൂടെ താണം കൊണ്ടിരുന്നപ്പോൾ അടുത്തിരുന്നൊരു പരിഹാസം, ഒരുത്തന്നെ ഒറ്റ മുഖത്ത് നോക്കിയ ഒറ്റ പരിഹാസം, നീ യേശുവിനോട് കൂടെ ആയി. അല്ലെന്ന് പത്രോസ് തിരിച്ച് പരിഹാസത്തിന് മറുപടി, അല്ലെന്ന് പരിഹാസത്തോടെ മറുപടി. പരിഹാസത്തിന് മറുപടി പരിഹാസമായി പറഞ്ഞപ്പോൾ 2 പരിഹാസങ്ങളോട് അന്തരീക്ഷത്തിൽ അങ്ങനെ അങ്ങോട്ട് ഉയർന്നപ്പോൾ തൊട്ടടുത്തൊരു കോഴിക്കൂട്ടിൽ നിന്ന് പൂവൻകോഴി നീട്ടി ഒരു പരിഹാസം. അപ്പോഴാ ബോധമുണ്ടായി. മനസ്സിലാകുന്നുണ്ടോ? ആത്മബോധമുണ്ടായി, കുറ്റബോധമുണ്ടായി. പുറത്തു വന്ന് അതിദുഃഖത്തോട് എന്തോ ചെയ്തു. ഞാനിത് പറയുന്നത് എന്താണെന്നറിയാം, അകത്താത്മാധിവാസമില്ലാത്ത പത്രോസിന്റെ ദയനീയ ചിത്രമാണ്, പത്രോസിന്റെ പരമദയനീയമായ ചിത്രമാണ്. അറിയുന്നില്ല. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് അടുത്ത മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ പോകുന്നു മീൻ പിടിക്കാൻ എന്ന് പറഞ്ഞൊരു പോക്ക് പോവുകയും ചെയ്തു. നോക്കുക, ഇതെല്ലാം അവന്റെ വൈകല്യങ്ങളുടെ, ആത്മാധിവാസമില്ലായ്മ വൈകല്യങ്ങളുടെ ലക്ഷണങ്ങളാണെന്ന് നാം തിരിച്ചറിയണം. ഈ പത്രോസിനെ ഞാൻ അവിടെ അവസാനിപ്പിക്കട്ടെ. പക്ഷേ ഈ പത്രോസിനെ തന്നെ പെന്തക്കോസ്ത് തീച്ചൂളയിരിക്കുന്നത് നമ്മൾ കാണണം. 10 ദിവസം പ്രാപിക്കാതെ പോകരുതെന്ന് പറഞ്ഞ് യേശു അവിടെ പിടിച്ചിരുത്തി. നഗരം വിട്ട് പോകരുത്. അവിടെ ഇരുന്നപ്പോൾ മുതൽ, ആ ദിവസം മുതൽ നമ്മുടെ മുമ്പോട്ടെണ്ണിയ 10-ാം ദിവസം പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപാരമായി. അറിയാം, 10-ാം ദിവസം എന്താ ഈ 10-ാം ദിവസം എന്ന് പറഞ്ഞാൽ? യേശു 40 ദിവസം ഭൂമിയിലുണ്ടായിരുന്നു. 40 ദിവസം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്തു. അപ്പോഴാണ് പറഞ്ഞത്, ഈ നഗരം വിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പോകരുത്. അന്നേരം മുതൽ അവര് കാത്തിരിക്കാൻ തുടങ്ങി. കാത്തിരുന്നിട്ട് 50-ാം ദിവസം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എന്തോ വന്നു എന്നാണ്, ദൈവശക്തിയുടെ വ്യാപാരം ഇറങ്ങിയവരുടെ മേൽ. അപ്പൊ എത്ര ദിവസമാണത്? 40-ഉം 10-ഉം 10 ദിവസം. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്ക് കൽപ്പിച്ചപ്പോൾ സകലതും ഉണ്ടാക്കാൻ കഴിഞ്ഞ ദൈവത്തിന് കാത്തിരുന്ന ഇവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ 10 ദിവസം വഴിദൂരം. 10 ദിവസം വഴിദൂരമോ പരിശുദ്ധാത്മാവ് വരാൻ ചിന്തിച്ചിട്ടുണ്ടോ അതിനെ കുറിച്ച്? എന്നാ 10 ദിവസം വഴിദൂരമായി പോയത്? 10 ദിവസം വൈകാൻ കാരണം എന്താ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ശക്തി ലഭിക്കാതെ പോകരുതെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരവിടെ കാത്തിരുന്ന് കർത്താവ് കയറിപ്പോയി. പോയ ഉടനെ ആത്മാവിനെ കൊണ്ട് വിടാമായിരുന്നു.
അവിടെ നിന്ന് ഇങ്ങോട്ട് ആത്മാവ് ഇറങ്ങി വന്നു. ഇടയ്ക്ക് വെച്ച് ബ്ലോക്കായി പോയതാണ്. എന്തോ പറ്റി? 10 ദിവസമാകാൻ കാരണം എന്താ? ആത്മാവിനെയും പകർന്നു തരുവാൻ കർത്താവിന് 10 ദിവസമൊന്നും വേണ്ട. ഒരുക്കപ്പെടുവാൻ ഇവർക്ക് വേണ്ടി വന്ന ദിവസമാണ് 10 ദിവസം. മനസ്സിലാകുന്നുണ്ടോ? യേശുവിനെ തള്ളിപ്പറഞ്ഞവൻ, യേശുവിന് വേണ്ടി വാളെടുത്ത് കൊലപാതകം നടത്താൻ ഇറങ്ങിയവൻ, തത്രപ്പെട്ട് കാൽ വെച്ചവൻ, ജീവിതത്തിന്റെ കൺമഷങ്ങൾ കഴുകിക്കളയുവാൻ വേണ്ടി വന്ന ദിവസങ്ങളാണ് 10 ദിവസം. ക്രമീകരണം വരുത്താമോ? കർത്താവ് ആത്മശക്തി ഇപ്പോൾ രാത്രിയിൽ തന്നെ പകർന്നു തരാനിടയാണ്. നാളെയാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. ലോട്ടറിക്കാരുടെ സ്ഥിരം ഭാഷയാണ് നാളെ 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 എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. സമയം തീരാൻ പോവുകയാണ്. ഉപവാസ പ്രാർത്ഥനയല്ല, നാൾ സമീപിക്കുന്നു. ഉപവാസ പ്രാർത്ഥന തീരുന്ന കാര്യമല്ല ഞാൻ പ്രധാനമായി പറയുന്നത്. നാൾ സമീപിക്കുന്നു. കണ്ടോ? നാൾ സമീപിക്കുന്നു. കർത്താവിന്റെ വരവിന്റെ നാൾ, നമ്മുടെ ആയുഷിന്റെ നാൾ, ഇതൊക്കെ അവസാനമായി. പത്രോസ് പറയുന്നത് സകലത്തിന്റെയും അവസാനം വന്നിരിക്കുന്നു. അതുകൊണ്ട് നാളെ എന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റില്ല. ക്രമീകരണം ഇന്ന് നേരെയാകുമെങ്കിൽ ശക്തിയുടെ വല്ലഭത്വം, അഭിഷേകത്തിന്റെ നിറവ് അങ്ങനെയൊക്കെ പെയ്തിറങ്ങി ഒരു പുത്തനാളായിട്ട് നിന്നെ എഴുന്നേൽപ്പിക്കാൻ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്വീകരിച്ചാൽ ഹല്ലേലൂയ. ആ പെയ്തിറങ്ങിയ ശക്തിയുടെ വല്ലഭത്വം അറിയാമോ? പേടിത്തൊണ്ടനായിരുന്ന പത്രോസ് ഉജ്ജ്വല താരമായിട്ട് സെയ്യോൻ മാളിക മുറിയിൽ പരിഗണിക്കപ്പെടുന്നതിന്റെ കാരണം പെയ്തിറങ്ങിയ ശക്തിയിൽ 2 പ്രധാന സംഗതികളുണ്ട്. നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ 1, 2, 3 കാര്യം ഞാൻ പറയാം. അക്കമിട്ട് കുറിച്ചു കൊള്ളണം. ഒരു മുഴക്കം. എന്തോന്നാ? ഒരു മുഴക്കം, ഒരു കാഴ്ച, ഒരു ഭാഷ. ഇത് 3 മറക്കാതെ കുറിച്ചു. ഒരു മുഴക്കം. എന്തിന്റെ മുഴക്കം? കൊടുങ്കാറ്റിന്റെ മുഴക്കം. ഒരു കാഴ്ച. എന്തിന്റെ കാഴ്ച? അഗ്നി നാവുകളുടെ കാഴ്ച. കണ്ടോ? ഒരു ഭാഷ. എന്തിന്റെ ഭാഷ? അന്യഭാഷ. ഇത് 3 കൂടെ ചേരുന്നതാണ് ദൈവശക്തി. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞേ എഴുതുന്നതിന്റെ തിരക്കായതുകൊണ്ടാണ് അല്ലെങ്കിൽ പറയാതെ പോയത്. 3 കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലായി. വക്കമിട്ട് കിട്ടിയോ? ഏതാ? 1 ഒരു മുഴക്കം. എന്തിന്റെ മുഴക്കം? കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കം. ഓക്കെ. അടുത്തത് ഒരു കാഴ്ച. എന്തിന്റെ കാഴ്ച? സകല കാതുകളും കേട്ടു മുഴക്കം, സകല കണ്ണുകളും കണ്ടു അഗ്നി നാവുകൾ. അടുത്തത് എന്തുവാ? ഒരു ഭാഷ. എല്ലാവരുടെയും നാവിൽ എന്തോ കൊടുത്തു? ഇത് 3 കൂടി ഒരുമിച്ച് സമന്വയിക്കപ്പെട്ട ശക്തിയാ ദൈവശക്തി. ഇത് പത്രോസിലേക്ക് അങ്ങ് പകർന്ന് ഇറങ്ങുകയായിരുന്നു. അതിനകത്തൊരു വിശേഷപ്പെട്ട ചിന്ത ഞാൻ പറയാം, ശ്രദ്ധിച്ചോളൂ. ഉയർന്നു വരുന്ന തീജ്വാലകളെ കാറ്റ് കയ്യെത്തി കഴിഞ്ഞാൽ ഒരു ഫയർഫോഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? തീജ്വാല ഉയർന്നു വരുന്നതിനെ കാറ്റ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യാൻ പറ്റും? ഓടി മാറാനല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് പടർന്നങ്ങ് കത്തും. 1989 നവംബർ മാസത്തിൽ അമേരിക്കയിൽ നടന്നൊരു ഒരു തീപിടുത്തത്തെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. മലയാള മനോരമയിൽ ഒരു സപ്ലിമെന്റ് ഉണ്ടായിരുന്നു. എന്റെ പഴയ ഫയലിൽ എവിടെയോ കാണണം ആ പേപ്പറിന്റെ കട്ടിങ്. 1989 നവംബർ മാസം 11-ാം തീയതി ടെക്സാസിന് സമീപമുള്ള ഒരു വലിയ കോളനിയിൽ തീപിടുത്തമുണ്ടായി. 5000 വീടുകൾ ഒരുമിച്ചുള്ള ഒരു കോളനി. ആരുടെ അശ്രദ്ധ കൊണ്ട് ഒരു വീടിന്റെ മുറിക്ക് നിന്ന് ഉയർന്ന തീജ്വാല. ആദ്യം കണ്ട മനുഷ്യൻ ടെക്സാസ് നഗരത്തിലേക്ക് ഫോൺ ചെയ്തു. ഫയർഫോഴ്സ് സംവിധാനം അവിടുന്ന് ഓടിപ്പാഞ്ഞ്, ഇന്ത്യൻ ഫയർഫോഴ്സിനേക്കാൾ വളരെ ഗംഭീരമായിരിക്കുമല്ലോ അവിടെ, അവരവിടുന്ന് ഓടിപ്പാഞ്ഞ് ഇവിടെ എത്തുവാൻ, ഈ സംഭവ സ്ഥലത്തെത്തുവാൻ 50 മിനിറ്റ് എടുക്കേണ്ടി വന്നുള്ളൂ. 50 മിനിറ്റ് വാഹന വ്യൂഹത്തോടെ അവരവിടെ പാഞ്ഞെത്തി. 50 മിനിറ്റ് കൊണ്ട് അവിടെ പാഞ്ഞെത്തി കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. എന്താ കണ്ടതെന്നറിയാമോ? ഒറ്റ കുടിൽ പോലും മിച്ചമില്ലാതെ മുഴുവൻ കത്തി അമർന്നു. ഉടുത്ത തുണിയോടുകൂടെ മാത്രം മാറി നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ വല്ലാതെ പരിഭ്രമിച്ച് നിൽക്കുന്നു, നിലവിളിക്കുന്നു. ആളപായമില്ല എന്നതിൽ മാത്രം അവർക്ക് സന്തോഷിക്കാം. പക്ഷേ അവർ ഉണ്ടാക്കി വെച്ചിരുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ മുഴുവനും കത്തി ചാമ്പലാകുകയാണ്. തീച്ചോളക്കടത്തേക്ക് ആർക്കും അടുക്കാൻ പറ്റില്ല. ഒരു കുടിയിൽ അടുത്ത കുടിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് പടർന്ന് കത്തുന്നു തീ. അവസാനം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെ കണ്ട്, വാഹന വ്യൂഹത്തെ കണ്ട് ജനമെല്ലാം ഒരുമിച്ച് ഇരമ്പിയാർത്ത് മുമ്പിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഗോ ബാക്ക്. എന്തിനായി കൊണ്ട് വന്ന് ചാരവാരം ഫോൺ ചെയ്തിട്ട് ഇത്ര നേരമായില്ലേ? എന്തേ നിങ്ങൾ വൈകിപ്പോയത്? ഞങ്ങളുടെ കുടിലുകൾ കണ്ടോ കത്തി ചാമ്പലാകുന്നത്? ഇനി എവിടെയാ കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ അന്തി ഉറങ്ങുക? ചോദ്യങ്ങൾ തുരിതരാ ചോദിച്ചു. പ്രകോപിതരായിരിക്കുന്ന ജനത്തെ സമാശ്വസിപ്പിക്കേണ്ടതിന് വേണ്ടി ഫയർഫോഴ്സിന്റെ പ്രധാന ഉദ്യോഗസ്ഥൻ തൊഴിലുകളോട് വന്നിറങ്ങി. നമ്മുടെ നേതാക്കന്മാരാണെങ്കിൽ ആദ്യകാലത്ത് തുടങ്ങുന്നതുള്ളൂ. അവർക്ക് വിവരമുള്ളത് കൊണ്ട് തൊഴിലുകളോട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഹലോ, നിങ്ങൾ ശാന്തരാകുക. നിങ്ങളുടെ ഫോൺ സന്ദേശം കിട്ടിയ ഉടനെ ഞങ്ങൾ പുറപ്പെടുകയില്ല. ഞങ്ങൾ അമാന്തം കാണിച്ചില്ല, ഞങ്ങളെ ശ്രദ്ധ കട്ടിയില്ല. അവിടെ നിന്ന് ഞങ്ങൾ ഉടനെ പുറപ്പെടുകയായിരുന്നു. എന്നിട്ട് എന്റെ ഒരു കുടിൽ പോലും നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ, മൊത്തം കത്തിപ്പോയില്ലേ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ പ്രധാന കാരണം
ഈ വിജനമായ സ്ഥലത്ത് ഉയർന്ന തീജ്വാലയെ കാറ്റ് കൈയേറ്റതാണ്. കാറ്റാണ് ഇവിടെ വില്ലൻ താരം. തീജ്വാല ഉയർന്ന കാറ്റ് കൈയേറ്റാൽ അത് രണ്ടും കൂടി ഒരുമിച്ച് സമ്മേളിച്ചാൽ ഉണ്ടാകുന്ന സമ്മേളന ശക്തിയെ ഓരോ വ്യക്തിക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അമേരിക്കയുടെ ഒരു സംഭവത്തിന്റെ വിവരണമാണ് ഞാൻ പറയുന്നത്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് അമ്പരപ്പ് തോന്നിയൊരു കാര്യം, ലോകത്തിൽ ഉയർന്നു വരുന്ന തീജ്വാലയെ ലോകത്തിന്റെ കാറ്റ് കൈയേറ്റാൽ 50 മിനിറ്റ് കൊണ്ട് 5000 കുടിലുകൾ ചാമ്പലായി പോകുമെങ്കിൽ ദൈവത്തിന്റെ കാറ്റും ദൈവത്തിന്റെ തീയും കൂടെ സമ്മേളിക്കുന്ന ഒരു സമ്മേളന ശക്തി എന്റെയും നിങ്ങളുടെയും മൺകൂടാരത്തിലേക്ക് വ്യാപരിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന ശക്തിയുടെ വല്ലഭത്വം എന്തായിരിക്കും? അത് തിരിച്ചറിയുന്ന ദൈവം എത്ര പേരുണ്ടെന്ന് രാത്രിയിൽ എല്ലാം നടന്ന് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമോ? നിന്റെ മൺകൂടാരത്തിലേക്ക് ഈ ഉപവാസത്തിന്റെ സമാപന ദിവസങ്ങളിൽ ഈ ശക്തിയെ വ്യാപിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ കാറ്റിലൂടെ ഒരുമിച്ച് സമ്മേളിച്ച് പുനരുത്ഥാനത്തിന്റെ ശക്തി ഈ അഭിഷേകത്തിന്റെ ശക്തി ദൈവത്തിന്റെ തീരുമാനങ്ങളെടുത്ത് ദൈവത്തിന്റെ കാറ്റാണ്. അത് നമ്മൾ ചെയ്തെടുക്കുന്ന മഹത്തായ പ്രവൃത്തി ഇതിനകത്തുണ്ടെങ്കിലേ ഞാൻ പ്രയോജനപ്പെടുകയുള്ളൂ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ശരണബല ഹംദുലില്ലാഹി. യെസ്, ഈ ശക്തി അകത്ത് കിട്ടിയ പത്രോസ് എഴുന്നേറ്റ് നിന്ന ഒറ്റ പ്രസംഗം. ആ പ്രസംഗത്തിനാണ് ദൈവസഭയുടെ അടിസ്ഥാന വേദോപദേശങ്ങൾ അക്കമിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. ലോകം കേട്ട ആദ്യത്തെ പെന്തക്കോസ്ത് പ്രസംഗമാണ് പത്രോസിന്റെ. ഉജ്ജ്വലമായൊരു ആത്മീയായി നിന്നുകൊണ്ട് താൻ പറയുക, ഏത് സീസണിൽ ഏത് വലയിറക്കിയാൽ ഏത് മീൻ കിട്ടുമെന്നുള്ളത് മാത്രം അറിയാവുന്ന പഠിപ്പില്ലാത്തവനും സാമാന്യനുമായവൻ ഭയങ്കര തിയോളജിയാ പറയുന്നു. ഈ പരിജ്ഞാനം എവിടുന്നാ പ്രിയരേ? ഈ പരിജ്ഞാനം എവിടുന്നാ? പ്രാപിച്ച അഭിഷേകത്തിന്റെ ശക്തിയാണ്. സെമിനാരിൽ പഠിച്ചതല്ല, പുസ്തകം വായിച്ചത് കിട്ടിയതല്ല. നിന്നെ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് നിന്നെ ജ്ഞാനിയാക്കാൻ കഴിയും, നിന്നെ പ്രസംഗകനാക്കാൻ കഴിയും, ശുശ്രൂഷകനാക്കാൻ കഴിയും. വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കരുത്തുപകരണമായി തീരും. ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ ശക്തിയെ പ്രാപിക്കാം. എല്ലാവിധമായ പ്രതിസന്ധികൾ മാറിപ്പോകും. എല്ലാവിധമായിരിക്കുന്ന ലേഖാവസ്വാദങ്ങളും മാറിപ്പോകും. ഈ രാത്രി അഭിഷേകത്തിന്റെ രാത്രിയാണ്. രാത്രികൾ ദൈവശക്തി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവർത്തിക്കുകയാണ് ദൈവശക്തിയെ. അറിയുന്നില്ലെന്ന് 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞവൻ പ്രസംഗത്തിൽ തീപ്പൊരി പാറിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത്, നിങ്ങൾ ക്രൂശിച്ചുകൊണ്ട് നസ്രയനായ യേശുവിനെ എന്റെ ദൈവം ഉയർപ്പിച്ചു. മരണപാശങ്ങൾക്ക് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ദൈവം അവനെ ഉയർപ്പിച്ചു. ഈ ഉയർപ്പിന്റെ പ്രസംഗം, പുനരുത്ഥാനത്തിന്റെ പ്രസംഗം, ഇത് പറയുവാൻ അവന് ലഭിക്കപ്പെട്ടത് ആകതാരിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാണ്. ഈ ഉപവാസം കഴിഞ്ഞ് എതിർക്കുമ്പോൾ ഈ ശക്തി കൊണ്ട് പോകാം. ഈ ഉപവാസം കഴിഞ്ഞ് എതിർക്കുമ്പോൾ ഈ ശക്തിയുടെ വല്ലഭമായ പോകാം. യേശുവിനെ ഉറക്കെ പറയാം, യേശുവിനെ ഉയർത്താം, യേശുവിനെ കൊണ്ട് മറ്റുള്ളവരുടെ ഉള്ളിൽ സ്ഥാപിക്കാൻ കഴിയുന്നു. എത്രവർ ആഗ്രഹിക്കുന്നു, എത്രവർ ആഗ്രഹിക്കുന്നു. വിദ്യാഭ്യാസമില്ലാത്തവൻ, പഠിപ്പില്ലാത്തവനെന്നൊക്കെ പലരും പരിഹസിച്ച ആ പത്രോസ് എഴുതി വെച്ച 2 ലേഖനങ്ങളുണ്ടല്ലോ, ശാസ്ത്രലോകത്തിന്റെ തല ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വാക്കുകളെയും വാചകങ്ങളെയും അതിന്റെ അർത്ഥതലങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത വിധം അവർ പകച്ചു നിൽക്കുക. ശാസ്ത്രത്തിന്റെ നിരീക്ഷണ പരീക്ഷണ അന്വേഷണ ശാലകൾ സംജാതമാകുന്നതിന് മുൻപ്, ഒരു നിരീക്ഷണമാണ് ഈ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ആത്മാവിൽ കണ്ടിട്ട് പത്രോസ് പറയുന്നു,
മൂലപദാർത്ഥങ്ങൾ കത്തിയാഴി സകലമില്ലാതെയായി മാറും. കണ്ടോ, യേശുവിന്റെ പുനരാഗമനം നടക്കും. ഈ ഭൂമിയുടെ അവസ്ഥ മാറിപ്പോകും. ഇത് പണ്ടിരുന്നത് പോലെ ഇരിക്കുമെന്ന് പറയുന്നവന്റെ നെഞ്ചകത്തിന് നേരെ പത്രോസ് കൊടുത്തുവിട്ട ബാണമാണ്. ഇത് അവസാനിക്കും. ഇത് കത്തി അഴിഞ്ഞുമാണ്. ഇത് അഗ്നിപ്രളയത്തിന് വേണ്ടി വെച്ചിരിക്കുന്നു. ഇത് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അഭിഷേകത്തിന്റെ ശക്തിയാണ്. ശാസ്ത്രത്തിന് കിട്ടാത്തത്, ശാസ്ത്രയുഗത്തിന് കിട്ടാത്തത്. ഇത്രയും യോഗം നടന്നിട്ട് ചിലരൊക്കെ ഇന്ന് ആരാധിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ യോഗം നാളെ തീരാൻ പോവാണ്. ഇപ്പൊ അവർ ഓർക്കുന്നുണ്ട് ഇത് ആദ്യം മുതൽ തുടങ്ങിയില്ലെങ്കിലും അഭിഷേകത്തിന്റെ ശക്തിയാണ് തേടെടുത്തു. ശാസ്ത്രത്തിനും മറന്നിരിക്കുന്ന നിന്റെ നാവിലൂടെ നീ പുറത്തു പറയും. ശാസ്ത്രം കണ്ടിട്ടില്ലാത്ത നിന്റെ കണ്ണിൽ കാണും. ഉന്നതന്മാർ പറയാൻ കഴിയാത്ത നിന്റെ വായിലൂടെ തരുകയും നീ കാണുന്നത് പറയുന്നതും ആശ്ചര്യമായി കേൾക്കുന്നതാണ്. എന്റെ ശുശ്രൂഷയുടെ മണ്ഡലത്തെ ദൈവം അനുഗ്രഹിപ്പാനാണ് അഭിഷേകത്തിന്റെ ശുശ്രൂഷയാണ്. ഈ പത്രോസിന്റെ ആത്മപ്രാവണ പൂർവ്വകാലവും ആത്മപ്രാവണാനന്തരകാലം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? ആത്മാവ് പ്രാപിക്കുന്നതിന് മുൻപുള്ള കാലം, ആത്മാവ് പ്രാപിച്ചതിന് ആത്മാവ് അവന്റെ ഉള്ളിൽ അധിവസിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള കാലം ആത്മപ്രാവണാനന്തരകാലം. ഓ, ആടുമാറിയവനായി നിന്നു ആർക്കും എതിർ പറയാനും ചെറുത്തു നിൽക്കാൻ കഴിയാത്തതായ വാക്കുകളും വാചകങ്ങളും പ്രഭാഷണം കൊണ്ട് ക്രൈസ്തവ സഭയുടെ പരമോന്നത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടാം. ആ മത്സ്യത്തിന്റെ ഗന്ധമുള്ളവനെ ദൈവം ഉയർത്തി. നീ ഇറങ്ങി വന്ന തറവാടെന്നൊരു വിഷയമല്ല, ആരുടെ മകനെ ജനിച്ചു എന്നുള്ളതൊരു വിഷയമല്ല, ഏത് മാതാവിന്റെ മുലപ്പാല് കുടിച്ചാൽ വളർന്ന അതൊന്നും വിഷയമല്ല, ഏത് കോളനിയിൽ നിന്നാ വന്നത്, ഏത് നാട്ടിൽ നിന്നാ വന്നത് അതൊന്നും വിഷയമല്ല. അഭിഷേകത്തിന്റെ ശക്തി അകത്ത് ആദിവസിക്കാൻ ഇടയാകാമോ? ദൈവത്തിന്റെ തീയും ദൈവത്തിന്റെ കാറ്റും കൂടെ സമ്മേളിച്ചൊരു ശക്തിക്ക് അകത്ത് ഇടം കൊടുക്കാമോ? അകത്തത് വസിക്കാനെന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അതകത്ത് വ്യാപരിക്കപ്പെട്ടാൽ നീ ആളുമാറിയവനാകും. അതാണ് പത്രോസിനോട് നമുക്ക് കാണാൻ കഴിയുക. എഴുതിക്കോ, 5 മഹത്തായ ഡയലോഗ്. 1 പത്രോസ് ലേഖനം 5 അധ്യായം. ഈ 5 അധ്യായങ്ങളിൽ 5 പ്രധാന വിഷയങ്ങളാണ്. സാവകാശം എഴുതിക്കൂ. കിടപ്പം നടങ്ങാൻ ആ ഒരു വിശ്രമം നല്ലതാ. ശാന്തമായി അക്കമിട്ട് പറയാം. നമ്പർ 1 എന്ന് പറയുമ്പോൾ 1-ാം അധ്യായമാണ്. ഓക്കെ, വിശുദ്ധിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം. വിശുദ്ധിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവന്റെ ക്രിസ്തീയ ജീവിത മഹത്വം, അതാണ് 1-ാം അധ്യായത്തിന്റെ പ്രമേയം. 1-ാം അധ്യായത്തിൽ പത്രോസ് പറയുന്നത് നമ്മളെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു? വിശുദ്ധീകരണത്തിനായി വിളിച്ചിരിക്കുന്നു. നിങ്ങളെ വിളിച്ച ദൈവം ആരാ? വിശുദ്ധനാകയാ. നിങ്ങൾ ആരാകണം? ഓ, അങ്ങനെ വിശുദ്ധിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവന്റെ ക്രിസ്തീയ ജീവിത മഹത്വമാണ് 1-ാം അധ്യായം വിശദീകരിച്ചിരിക്കുന്നത്. ചാപ്റ്റർ 1. അടുത്തത് നമ്പർ 2, വിശ്വസിക്കുന്നവന്റെ മാന്യതയുള്ള ക്രിസ്തീയ ജീവിതം.
വിശ്വസിക്കുന്നവന്റെ മാന്യതയുള്ള ക്രിസ്തീയ ജീവിതം. 2-ാമത്തെ 6-ാമത് വാക്യം, വിശ്വസിക്കുന്നവൻ എന്തുകൊണ്ടെന്നാ? ആ മാന്യതയുണ്ട്. ഉണ്ടോ? ആ മാന്യത പ്രാപിച്ചിട്ടുണ്ടോ? ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്തിന്റെ തീവ്രതയിൽ നിൽക്കുന്നവന്റെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും? മാന്യതയുള്ള ജീവിതമായിരിക്കും. ആർക്കും ആക്ഷേപം പറയാനില്ല, ആർക്കും കുറ്റം പറയാനില്ല, ആർക്കും ചൂണ്ടിക്കാട്ടാനൊന്നുമില്ല, ആരുടെ മുമ്പിൽ വിധിക്കപ്പെടത്തില്ല, ആരുടെ മുമ്പിൽ കുമ്പിടേണ്ടി വരികയില്ല, ആരുടെയും ഔദാര്യത്തിന് കാത്തു നിൽക്കേണ്ടി വരികയില്ല. നിന്നെ മാന്യനായി ദൈവം നടത്തും. പക്ഷേ വിശ്വാസം തികഞ്ഞതാകണം. ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണത ഗംഭീരമാകണം. ആ വാക്യം ഭയങ്കരമാണ്. വിശ്വസിക്കുന്നവന് ആ മാന്യത. വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒത്തിരി വാക്യമാണ്. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. കണ്ടോ? വിശ്വസിക്കുന്നവൻ ധൃതി കാട്ടുകയില്ല, വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല, വിശ്വസിക്കുന്നവന് മാന്യതയുണ്ട്. അല്ലേ? അപ്പൊ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അതിശ്രേഷ്ഠമായിരിക്കുന്ന ഒരു സംസ്കാര തനിമ ഏറ്റെടുക്കണം. ഈ ഉപവാസം കഴിയുമ്പോൾ വിശ്വസിക്കുന്നവന്റെ മാന്യത മറ്റുള്ളവർ തിരിച്ചറിയണം. വ്യക്തിപരമായ ജീവിതത്തിൽ കരഞ്ഞ് കണ്ണുമായി നടന്ന് പദം പറഞ്ഞ് ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ് ആരെങ്കിലും ഒക്കെ ഔദാര്യത്തിന് വേണ്ടി നിൽക്കാതെ വിശ്വസിക്കുന്നവന്റെ മാന്യതയുടെ തലയെടുപ്പോടെ നിൽക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. അതാണ് വിശ്വസിക്കുന്നവന്റെ മാന്യതയുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വമാണ് 2-ാം അധ്യായം. ഓക്കെ, 3-ാം അധ്യായം നമ്പർ 3 എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെ കുടുംബ ജീവിതത്തിന്റെ സവിശേഷത. ക്രിസ്ത്യാനിയുടെ കുടുംബ ജീവിതം, അതിന്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ അതിന്റെ ഭദ്രത, അതാണ് 3-ാം അധ്യായം. ഭാര്യമാരെ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു, ഭർത്താക്കന്മാരെ എന്ന് പറഞ്ഞ് പുരോഗമിക്കുന്നു. ഉണ്ടോ? എന്നിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ളതായിരിക്കുന്ന കുടുംബ സംവിധാനത്തിന്റെ മഹത്വം അക്കമിട്ട് നിരത്തുന്നു 3-ാം അധ്യായം. വിവാഹ വേദികളിൽ ദൈവദാസന്മാർ അധികാരത്തോടെ വായിച്ചു കേൾപ്പിക്കുന്ന വേദഭാഗമാണ് ഈ 3-ാമത് അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങളെല്ലാം. സാറായെ പരാമർശിക്കുന്നുണ്ട് ഇതിനകത്ത്. ഉണ്ടോ? അവിടെ ബഹുമാനിക്കണം, സ്ത്രീയെ ബഹുമാനിക്കണം എന്ന് പറയുന്നു. പ്രാർത്ഥനയ്ക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ വേർപെട്ടിരിക്കരുതെന്ന് പറയുന്നു. അങ്ങനെ ഒട്ടനവധി ക്രൈസ്തവീക ഉപദേശങ്ങളുടെ തത്വങ്ങൾ വിശദീകരിക്കുന്ന പത്രോസ് എന്ന് പറയുന്ന അനുഗ്രഹിതന വന്യവയോധികനായ ഒരു പിതാവിന്റെ ഉപദേശ സത്യങ്ങൾ വാരി നിറച്ചിരിക്കുന്നു കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട്. ഉണ്ടോ? ഭാര്യയോട് ഭർത്താവിനോട് ഒക്കെ ഉള്ളതായിരിക്കുന്ന ഒട്ടനവധി ഉപദേശ സംഹിതകൾ അതിനകത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ഗംഭീരമാണ്. തീർച്ചയ്ക്ക് നിങ്ങൾ ഐക്യമത്യമുള്ളവരായിരിക്കണം. 3-ാം അധ്യായത്തിൽ പറയുന്ന കാര്യമാണ്. ഉണ്ടല്ലേ? അനുഗ്രഹീതമാണ്. തമ്മിൽ പണങ്ങിയിരുന്നാലും രമ്യതയിൽ പെടുവാൻ വേണ്ടി വേഗമെടുത്തോണം. അങ്ങനെയൊക്കെ ഒത്തിരി ഉപദേശങ്ങൾ അതിനകത്തുണ്ട്, വിവരിക്കുന്നില്ല. ഓക്കെ, 3-ാം അധ്യായത്തിന്റെ വിഷയം അതാണ്. ഇനി 4-ാം അധ്യായം. ഓക്കെ, ക്രിസ്തീയ ജീവിതത്തിന്റെ കഷ്ടതയുടെ ശ്രേഷ്ഠത, അതാണ് 4-ാം അധ്യായം. ക്രിസ്തീയ ജീവിതത്തിന്റെ കഷ്ടതയുടെ ശ്രേഷ്ഠത. ക്രിസ്തീയ ജീവിതത്തിന്റെ കഷ്ടതയില്ല എന്ന പഠിപ്പിക്കൽ അബദ്ധമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ട്. പക്ഷെ ആ കഷ്ടതയ്ക്ക് എന്തുകൊണ്ട്? ശ്രേഷ്ഠതയുണ്ട്. ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാലും എന്തോ ചെയ്യരുത്? ലജ്ജിക്കരുത്. അതൊരു അഭിമാനമായി കരുതിക്കൊള്ളണം. കഷ്ടത അല്പകാലത്തേക്കേ ഉള്ളൂ. ഇനിയും അവസാനം വരെ കഷ്ടത ആണെന്ന് വെച്ചാലും സ്വോത്രം പറഞ്ഞ് ഏറ്റെടുത്തോണം. മനസ്സിലായില്ലേ? എന്നുവരെ ഉള്ളൂ ഇത്? എന്നുവരെ ഉള്ളൂ? നമ്മുടെ മരണം വരെ ഉള്ളൂ ഈ കഷ്ടത. അത് കഴിയുമ്പോൾ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരത്തിൽ കഷ്ടതയുടെ പാടും ദുരിതവും ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? നാം ഉയർത്തു വരുന്നത് കഷ്ടതയുടെ ഭംഗപ്പാടുമായിട്ടല്ല, അമർത്യതയുടെ നവയൗവനവുമായിട്ടാണ്. ഹല്ലേലൂയ. 4-ാം അധ്യായം ക്രിസ്ത്യ ജീവിതത്തിൽ വരുന്ന കഷ്ടതയെ കുറിച്ചുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ഒരു വിശകലന പഠനമാണ് എന്നറിയണം. ഇനി 5-ാം അധ്യായം എന്ന് പറയുന്നത് ശുശ്രൂഷയുടെ, ക്രിസ്തീയ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത. അതാണ് 5-ാം അധ്യായം. ക്രിസ്തീയ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത. മുപ്പന്മാർ അറിയേണ്ടത്, പാസ്റ്റർമാർ അറിയേണ്ടത്, സുവിശേഷകന്മാർ അറിയേണ്ടത്, ദൈവസഭ എന്ന ആട്ടിൻകൂട്ടത്തെ നയിച്ചുകൊണ്ട് പോകേണ്ടതിന് അറിയേണ്ട ആത്മീയ ഉപദേശങ്ങളുടെ വലിയൊരു അനുഭവമാണ്. വളരെ പ്രായമുള്ളൊരു മനുഷ്യൻ, ശുശ്രൂഷയിൽ പഴക്കമുള്ള ആക്ഷേപമില്ലാത്ത ഒരു ദൈവദാസൻ വളരെ വ്യക്തമായി എഴുതിത്തരുന്ന അനുഗ്രഹിത ഭാഗമാണ്. ആട്ടിൻകൂട്ടത്തെ നയിക്കേണ്ടതിന്റെ ആവശ്യകത, കീഴടങ്ങേണ്ടതിന്റെ ആവശ്യകത, വിധേയപ്പെടേണ്ടതിന്റെ ആവശ്യകത, പത്രാസ് കാണിക്കാതെ വിധേയത്വത്തിന്റെ മനോഭാവത്തോടെ പോകേണ്ടതിന്റെ ആവശ്യകത ഒക്കെ അതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. തക്ക സമയത്ത് ഉയർത്താൻ വേണ്ടി എന്തോ ചെയ്തോണം? താണിരുന്നു കൊള്ളണം. ബലമുള്ള കരങ്ങളിൽ. എവിടെയെങ്കിലും താണിരിക്കുകയല്ല, പിന്നെ എവിടെ? ബലമുള്ള കരങ്ങളിൽ താണിരിക്കണം. ഇങ്ങനെ അതിപ്രധാനമായിരിക്കുന്ന ആശയഗതികൾ 5 അധ്യായങ്ങളിൽ വാരി നിറച്ചിട്ടുള്ള മനോഹരമായ ഒരു ലേഖനമാണ്. ഏതാണ്? 1 പത്രോസിന്റെ ലേഖനം. മനസ്സിലായ കർത്താവിനെ സ്തുതിച്ച് ഈ കണ്ടന്റ് വെച്ചുകൊണ്ട് ഇനി ആ ലേഖനത്തെ നിങ്ങൾ വായിക്കണം. വായിക്കുമ്പോൾ ആശയഗതികൾ കാര്യമായി നിങ്ങൾക്ക് ബോധ്യമാകാനിടയാവും. വായിച്ച വാക്യത്തിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. വായിച്ച വാക്യം വളരെ ആത്മീയമായി നമുക്ക് ചൈതന്യം നൽകുന്ന ഒരു വേദഭാഗമാണ്. പുനരാഗമനവുമായി ബന്ധപ്പെട്ട ചിന്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു തുടങ്ങി. എന്നാൽ ഈ വാക്യത്തിന്റെ ചിന്തകൾ നാം അത്യാവശ്യം അറിയേണ്ടതാകയാൽ അതിനോടനുബന്ധിച്ച് ഈ വാക്യത്തിന്റെ വിശകലനം കൂടെ ഇനി തരാനായിട്ട് ആഗ്രഹിക്കുന്നു.
നമ്മുടെ മുൻപേയുള്ള അവസ്ഥയും ഇപ്പോഴുള്ള നമ്മുടെ അവസ്ഥയും വളരെ വ്യക്തമായി പത്രോസ് പ്രതിപാദിക്കുകയാണ്. മുൻപേ നിങ്ങൾ ആരായിരുന്നു? തെറ്റിയുടരുന്ന ആളുകളായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ തെറ്റിയുടർന്നു പോയത്? 2 കാരണങ്ങൾ. അക്കപ്പെട്ട് പഠിച്ചോളൂ. 2 കാരണങ്ങൾ. തെറ്റിപ്പോകാനുള്ള ഒന്നാമത്തെ കാരണം, നമുക്ക് സ്വാഭാവികമായ വഴി അറിയില്ലായിരുന്നു. പാപത്തിന്റെ അധീനതയിൽ പെട്ടുഴന്നു പോയിരുന്നു നമ്മൾ. ലൗകികതയിലോ ഭോഗാലസ്യ ജീവിതത്തിലോ ജഡത്തിന്റെ മോഹങ്ങളിലോ മായക്കാഴ്ചകളിലോ നമ്മൾ അകപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥ വഴി അറിയില്ലായിരുന്നു. ഏതാണ് യഥാർത്ഥ ദൈവം, ഏതാണ് യഥാർത്ഥ പാത, ഏതാണ് സത്യം, ഏതാണ് മിഥ്യ, ഇതറിയില്ലാതെ നമ്മൾ സ്വാഭാവികമായി വഴി തെറ്റിപ്പോയി. കണ്ടോ? അതായിരുന്നു ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത് വേറൊരു കാരണമുണ്ട്. നമ്മെ നടത്തുന്നവർ എന്ന് അവകാശപ്പെടുന്ന പലർക്കും എന്തോ അറിയില്ലായിരുന്നു, യഥാർത്ഥ വഴി അറിയില്ലായിരുന്നു. ഏതൊക്കെയോ ശക്തികളെ, മൂർത്തികളെ, സങ്കല്പ ശക്തികളെ, പുണ്യവാളന്മാരെ, മാതാവിനെ ഒക്കെ കാട്ടിത്തന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി രക്ഷപ്പെടുമെന്ന് നമ്മളെ ഉപദേശിച്ചു. കുറെ കാലങ്ങൾ യാഗങ്ങളോ യോഗങ്ങളോ അർപ്പണങ്ങളോ തിരുനാളോ പെരുന്നാളോ റാസയോ അതുമൊക്കെയായിട്ട് നമ്മളിങ്ങനെ നടന്നു. കണ്ടില്ലേ? ആ നിറമുള്ള തുണി ഉടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഉടുത്തു. അത് വേണ്ട, ഇനി മുതൽ ഇത് ഉടുക്കാൻ പറഞ്ഞു. അങ്ങനെ ചെരുപ്പിട്ടും ചെരുപ്പിടാതെയും പദയാത്രകൾ, തീർത്ഥയാത്രകൾ ഒത്തിരി ചെയ്തു. പള്ളിമുറ്റത്ത് ഒത്തിരി ഉരുണ്ടു. അമ്പലവഴികളിലൂടെ നമ്മൾ ഒത്തിരി ദേഹദണ്ഡനം ചെയ്തു. ശരീരം രക്തം പൊടിഞ്ഞു. വല്ലാതെ ഒട്ടനവധി ഇടപാടുകൾ, കർമ്മകാണ്ഡങ്ങൾ. കണ്ടോ? ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചതിന് യഥാർത്ഥത്തിൽ എന്തറിയില്ലായിരുന്നു? വഴി അറിയില്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് വഴിയറിയാതെ കുറെ കാലങ്ങൾ ഉഴന്നു നടന്നു. 2, വഴി അറിയാമെന്ന് പറഞ്ഞ് നമ്മെ ആത്മീയമായ തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വന്ന കുറെ മതപണ്ഡിതന്മാർ നമ്മെ വഴിയാധാരമാക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ വഴി തെറ്റിയവരായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്നറിയാമോ? നമ്മൾ ഉഴന്നു നടക്കുന്നവരല്ല. പിന്നെ എവിടെ വന്നിരിക്കുന്നു നമ്മളിപ്പോൾ? നമ്മുടെ അധ്യക്ഷന്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. ആത്മാവിന്റെ ഉടയവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ കുറിച്ച് പൂർണ്ണ ഉടമസ്ഥാവകാശമുള്ള ഒരുവന്റെ അരികിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു എന്ന് പത്രോസ് പറയുന്നു. അത് മൊഴിമാറ്റത്തിലെ പ്രശ്നമാണ്. വന്നിരിക്കുകയല്ല, നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആത്മാക്കളുടെ ഉടയവന്റെ അരികിലേക്ക് നമ്മളെ എന്തോ ചെയ്തിരിക്കുന്നു? കൊണ്ടുവന്നിരിക്കുന്നു. കൊണ്ടുവരുവാൻ കാരണമായത് ജീവന്റെ വചനമാണ്. എപ്പോഴോ എവിടെ വെച്ചോ ആരിലൂടെയോ ഈ വചനം കേൾക്കാൻ നമുക്ക് അവസരമുണ്ടായി. ആ വചനം നമ്മുടെ അകത്തളത്തിൽ ക്രിയ ചെയ്തപ്പോ വഴിതെറ്റി നടക്കുന്നു എന്ന് ബോധ്യമുണ്ടായിട്ട് ആ വചനത്തിന്റെ ശക്തമായ നിയോഗത്താൽ നിർബന്ധത്താൽ നമ്മൾ എവിടേക്ക് വന്നു? അധ്യക്ഷന്റെ അരികിലേക്ക് വന്നു. അനുഭവമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. വീട് വിട്ടു പോയതായിരുന്നു. നാനാവിധമാക്കി കളഞ്ഞു വസ്തുവകകൾ മുഴുവനും. ആരാണ്ടരുടെ കൂടെയൊക്കെ കൂട്ടുകെട്ടി നടന്നിരിക്കുകയായിരുന്നു. മനസ്സും മനസാക്ഷിയും ഒക്കെ ലൗകികത കൊണ്ട് പായൽ പിടിച്ചു, തുരുമ്പ് പിടിച്ചു, ക്ലാവ് പിടിച്ചു, കറ പിടിച്ചു പോയി. ഇനി ഇത് കഴുകാനൊരു നിർവാഹവുമില്ല, വീട്ടിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നൊക്കെ ചിന്തിച്ച് പന്നികൾ തിന്നുന്ന വാളവല തിന്ന് അതിന്റെ കൂട്ടത്തിൽ ഒരാളായി ഇങ്ങനെ കഴിഞ്ഞുകൂടുകയായിരുന്നു. ഈശോയുടെ അവസാനത്തെ ചില്ലിയും തീർന്നപ്പോൾ കൂട്ടുകാർ വിട്ടുപോയി. വാരുമില്ല പിന്നെ കൂട്ടത്തിൽ. പന്നിക്ക് കൊടുക്കുന്ന വാളവല പോലും തിന്നാൻ സാധ്യതയില്ലാതെ വന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവന് സുബോധം വന്നു. സുബോധം വരുവാൻ കാരണമായത് കർത്താവിന്റെ കരുണ തീർന്നു പോയില്ലാത്തത് കൊണ്ടാണ്. ഇടപെടും ദൈവം പാപത്തിന്റെ വഴിയിൽ. മടങ്ങി വരുവാൻ ബുദ്ധി ഉപദേശിക്കും. തിന്മകളെ വിട്ടുമാറാൻ ബുദ്ധി ഉപദേശിക്കും. ആ ബുദ്ധി ഉപദേശത്തെ സുബോധമായി ഏറ്റെടുത്തുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി വരുന്നില്ലെങ്കിൽ അധോഗതിയായിരിക്കും അനന്തര ഫലം. പക്ഷേ ഈ ചെറുപ്പക്കാരൻ മറുത്തു മത്സരിക്കാൻ തയ്യാറായില്ല. സുബോധം വന്നപ്പോൾ അവൻ എന്തോ ചെയ്തെന്നാ പറയുന്നത്? മടങ്ങി വീട്ടിലേക്ക് വന്നു. വരുന്ന വഴിക്ക് ഒരു ഭിക്ഷാന്തേകിയെ പോലെ പ്രാകൃതനായി പ്രാഞ്ചി വരുമ്പോ അവനൊരു വാചകം കാണാതെ പഠിച്ചോണ്ട വരിക. എന്താ? അപ്പനെ കാണുമ്പോഴേ പറയണം, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാം. ഈ വാചകം മറക്കാതിരിക്കാൻ കാണാതെ ഉരുവിട്ട് പഠിച്ചു വരികയാണ് അവൻ. കടയിൽ 1, 2, 3, 4, 5 സാധനം വാങ്ങാൻ പറഞ്ഞു വിടുന്ന കുഞ്ഞ് കടുക, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾ എന്ന് പറഞ്ഞു പോകുന്ന പോലെ ഈ പയ്യൻ ഇത് പറഞ്ഞു വരിക, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടാം. വീട്ടിൽ വന്നിട്ടുള്ള പ്രതികരണം എന്താണെന്ന് അവൻ അറിയില്ല. മുട്ടിത്തട്ട് വിളിക്കുമ്പോൾ ആരായിരിക്കും ഇറങ്ങി വരിക? മമ്മിയാണോ അതോ പപ്പയാണോ അതോ ചേട്ടനാണോ? ആരായിരിക്കും വരിക? ആരെങ്കിലും മുറ്റത്ത് കാണുമോ? വേലക്കാരായിരിക്കും വരിക. അവര് കണ്ടാൽ ഓടി ചെന്ന പപ്പായോട് പറയും. പപ്പ ഇറങ്ങി വരും. മുണ്ടത്തടി കൊണ്ടായിരിക്കും വരിക. എന്താണെന്നറിയാൻ വയ്യാതെ വേവലാതിപ്പെട്ട് അവൻ എന്ന ദൂരവേ വന്ന് നോക്കുമ്പോൾ വാതിൽപ്പടിയിൽ ഒരു വല്ലാത്ത രൂപം കൂനിക്കൂടിയിരിപ്പുണ്ട്. ഇവൻ പടിയിറങ്ങി അന്ന് മുതൽ സമയത്ത് വെള്ളമില്ലാതെ, സമയത്ത് ഭക്ഷണമില്ലാതെ, സമയത്ത് വിശ്രമമില്ലാതെ, കൊണ്ടിൽ താണ കണ്ണും ഒട്ടിയ കവളുമൊക്കെയായി പ്രാഞ്ചി ഇരിക്കുന്ന ഒരു പാവം വൃദ്ധനായ മനുഷ്യൻ. ആരെങ്കിലും ജോലിക്കാരനായിരിക്കുമെന്ന് അവൻ കരുതി. പക്ഷേ കൊണ്ടിൽ താണുപോയ ആ കണ്ണുകളെങ്കിലും കാഴ്ച വ്യക്തമായിരുന്നു. ദൂരമേ നിന്ന് നടന്നു വരുന്നത്
തൻ്റെ മകനാണെന്നുള്ള തിരിച്ചറിവ് ആ പിതാവിനെ പിന്നെ അവിടെ ഇരുത്തിയില്ല. അദ്ദേഹം എഴുന്നേറ്റു, അവൻ്റെ അരയിലേക്ക് ഓടുകയായിരുന്നു. അവനെ ചേർത്ത് പിടിച്ചു. അവൻ അത്ഭുതപ്പെട്ടു പോയി. സ്വപ്നം കാണുന്നവനെ പോലെ അത്ഭുതപ്പെട്ടു പോയി. കാണാതെ പഠിച്ചുകൊണ്ട് വന്ന ബാലകം മറന്നുപോയി. എങ്കിലും അവൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവും, അപ്പാ ഞാൻ നിന്നോടും പാപം ചെയ്തെന്നൊക്കെ പറയാൻ തുടങ്ങുമ്പോ അപ്പൻ അവന്റെ വായിക്ക് തപ്പി, നോ, നീ പാപം ചെയ്തില്ല മക്കളെ, വരിക എന്ന് പറഞ്ഞ് ചേർത്തണച്ചു. ഈ അപ്പൻ കേവലം ഒരു മനുഷ്യനല്ല കേട്ടോ. പാപം ചെയ്ത വഴിയിൽ നിന്ന് മടങ്ങി വരുന്നവനെ സ്വീകരിക്കാൻ നിൽക്കുന്ന സ്വർഗീയ പിതാവല്ലാതെ ഈ അപ്പൻ വേറെ ആരുമല്ല. നമുക്ക് വേണ്ടി കാലുകളിൽ പടഞ്ഞു മരിച്ച നമ്മുടെ കർത്താവിന്റെ കരുണയുടെ വല്ലഭത്വമാണ് ആ സംഭവത്തിലൂടെ യേശു വ്യക്തമാക്കുന്നതെന്ന് തിരിച്ചറിയുന്നവർ എത്ര പേരുണ്ട്? ഇനിയും ഇത്രയും നേരം ഇത്രയും നാളുകൾ വചനത്തിന്റെ ഒരു അനുഗ്രഹീത മഴ അനുഭവിച്ചിട്ട് പഴയ വഴികളിൽ പോകരുത്. മടങ്ങിക്കോണം വീട്ടിലേക്ക്, മടങ്ങി വന്നോണം വീട്ടിലേക്ക്. ഇവിടെ പത്രോസ് പറയുന്ന കാര്യമില്ല, നാം അവന്റെ അടുക്കലേക്ക് വന്നു എന്നല്ല, സുബോധം തന്നിട്ട് അവൻ നമ്മെ എന്തോ ചെയ്തു, കൂട്ടിക്കൊണ്ടുവന്നു. ഓക്കെ, അതിനകത്ത് വിശകലനമാണ് ഇനി തരുന്നത്. ഈ ഉപവാസം നമ്മെ കൊണ്ടെത്തിക്കുന്നത് ആരുടെ അരികിലാണ്? ആശങ്കപ്പെടേണ്ട, ഉത്കണ്ഠപ്പെടേണ്ട, ടെൻഷൻ വേണ്ട. നമ്മെ ആരുടെ അരികിൽ കൊണ്ടുവന്നിരിക്കുന്നു അത് നമ്മൾ തിരിച്ചറിയാൻ പോവുക. ബിഷപ്പ് എന്നൊരു പദം പഠിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അധ്യക്ഷന്റെ അരികിലേക്ക്. മലയാള പദം ഏതാ? അധ്യക്ഷൻ. നമ്മൾ വന്നിരിക്കുന്ന ആരുടെ അരികിലേക്കാണ്? അധ്യക്ഷന്റെ. ആ അധ്യക്ഷൻ ആരാന്നറിയാമോ? നമ്മുടെ കർത്താവ് തന്നെ. നമ്മുടെ കർത്താവ്, നമ്മുടെ വീണ്ടെടുപ്പുകാർ, നമ്മുടെ പ്രാണനാഥൻ, നമ്മുടെ ആശ, നമ്മുടെ ആവേശം, നമ്മുടെ പ്രത്യാശ, നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തി വരുത്തുന്നവൻ, വീണ്ടെടുപ്പുകാരനായ യേശു തന്നെ ആ അധ്യക്ഷൻ, അഥവാ ആ അനുഗ്രഹീതനായിരിക്കുന്ന ആ വ്യക്തിപ്രഭാവം, അവന്റെ അരികിലേക്ക് നമ്മൾ എന്തോ ചെയ്തിരിക്കുന്നത്. അതിന്റെ പദങ്ങൾ ഞാൻ പറയാം, ശ്രദ്ധിച്ചു. അധ്യക്ഷൻ എന്ന് പത്രോസ് പറയുന്ന ആ പദത്തിന്റെ ഇംഗ്ലീഷ് പ്രയോഗം നാം നമ്മുടെ ബിഷപ്പിനരികിലേക്ക് വന്നിരിക്കുന്നു. ബിഷപ്പ് എന്നതാണ്. ഓക്കെ, ബിഷപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹിന്ദി ബൈബിൾ കൊടുത്തിരിക്കുന്നു അധ്യക്ഷ് എന്ന പദമാണ്. അധ്യക്ഷ്. തമിഴ് ബൈബിൾ കൊടുത്തിരിക്കുന്നു കങ്കാണി എന്നാണ് അർത്ഥം. ഓക്കെ, മലയാളത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നു? അധ്യക്ഷൻ. ഈ പദങ്ങളെല്ലാം നല്ലതാണ്, പക്ഷേ പഠനത്തിന് ഉപകരിക്കുന്നതിന് മൂലപദം, അതുമായി ബന്ധപ്പെട്ട 3 ചിന്തകളെയാണ് ഇന്ന് രാത്രി തരുന്നത്. നമ്മൾ ആരുടെ അരികിൽ വന്നിരിക്കുന്നു എന്ന അകമഴിഞ്ഞ അറിവുമായിട്ട് മടങ്ങിപ്പോക്കോണം. ടെൻഷനില്ലാത്തൊരു ആത്മീയ ജീവിതം നയിക്കുക. അധ്യക്ഷൻ എന്ന മലയാളത്തിലേക്കും ബിഷപ്പ് എന്ന ഇംഗ്ലീഷിലേക്കും ഒക്കെ തർജ്ജമ ചെയ്തിട്ടുള്ള ഈ പദത്തിന്റെ യഥാർത്ഥ രൂപം എപ്പിസ്കോപ്പോസ് എന്നാണ്. എന്തോന്നാ ഒന്ന് പറഞ്ഞേ? വെപ്പവരുള്ളവരെന്ന് പറയുന്നത് കുറച്ച് ദൂരെ പോകുന്നത്. എപ്പിസ്കോപ്പോസ് എന്ന് പറഞ്ഞാൽ അതിനെയാണ് മലയാളത്തിൽ എന്തോ ആക്കിയിരിക്കുന്നത്? അധ്യക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഗ്രീക്ക് പദത്തെ നമ്മൾ പിടിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ ഈ 19ാമത് ദിനത്തിൽ എപ്പിസ്കോപ്പോസ് എന്ന പദവുമായി ബന്ധപ്പെട്ട 3 വിശകലനങ്ങൾ തരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. സുഹൃത്തെ, നീ കുവൈറ്റിൽ ജീവിച്ചാലും കേരളത്തിൽ ജീവിച്ചാലും ലോകത്തിന്റെ ഏത് കോണിൽ ജീവിച്ചാലും ഭൂമിയുടെ ഏത് കോണിൽ ജീവിച്ചാലും നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് എപ്പിസ്കോപ്പോസിന്റെ അരികിലാണ് എന്ന ചിന്ത നമ്മിൽ പ്രബലമാകണം. എന്താണ് എപ്പിസ്കോപ്പോസ് എന്ന വാക്കിന്റെ അർത്ഥം? ഒന്നാമത്തെ അർത്ഥം, the security man who is patrolling എന്ന് പറഞ്ഞ അർത്ഥം അറിയാമോ? ചുറ്റി പരിപാലിക്കുന്ന പരിപാലകൻ. ആരുടെ അരികിലാണ് നമ്മളെ വന്നിരിക്കുന്നത്? ചുറ്റി പരിപാലിക്കുന്ന. ഇത് ഞാൻ ഒത്തിരി എടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഇത്രയും മൗനം വേറെ എങ്ങും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ പരിപാലകന്റെ അരിയിലേക്കാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് അവിടെ നിന്ന് ഇവിടെ വെള്ളമൊക്കെ കുടിച്ചൊന്ന് ആശ്വസിക്കാം. കാരണം ജനം ആ പരിപാലകനെ ഏറ്റെടുത്ത് പിന്നെ ബാക്കി അവർ ചെയ്തോളൂ. കുവൈറ്റിലുള്ള നിങ്ങൾ അങ്ങനെയൊന്നും വെള്ളം കുടിപ്പിക്കുന്നവരല്ലെന്ന് എനിക്കറിയാം. ആശയം മനസ്സിലായോ സംഭവം? എന്തുവാ നമ്മൾ ആരുടെ അരിയിലേക്ക് വന്നിരിക്കുന്നത്? ചുറ്റിപ്പരിപാലിക്കുന്ന പരിപാലകന്റെ അരിയിലേക്ക്. അതാണ് എപ്പിസ്കോപ്പോസ്. എപ്പിസ്കോപ്പോസിന് 3 അർത്ഥങ്ങളുണ്ട്. 3, 4, 5 അർത്ഥമുണ്ട്. 3 എണ്ണം ഇന്ന് രാത്രി ഞാൻ വിവരിക്കുകയാണ്. അതിപ്രധാനമായ ഒന്ന്, എപ്പിസ്കോപ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് ആരാണെന്ന് അർത്ഥം? പരിപാലകൻ. ഒരു പരിപാലകനുണ്ടെന്നുള്ള വിവരമുണ്ടോ? എത്ര പേർക്ക് ബോധ്യമുണ്ട് ഒരു പരിപാലകനുണ്ടോ? നമ്മുടെ രാത്രികളിൽ, നമ്മുടെ പകലുകളിൽ നമുക്കൊരു പരിപാലകനുണ്ടെന്നുള്ള ബോധ്യം എത്ര പേർക്കുണ്ട്? നമ്മുടെ തലമുറകളെ കാക്കുന്ന ഒരു പരിപാലകനുണ്ടെന്ന് എത്ര പേർക്കുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത്. പപ്പയും മമ്മിയും മറുപടി പറ. എത്ര നേരമുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട്? പല വീടുകളിലും കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് പോയപ്പോൾ
അവിടെ 2 കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കുള്ളെന്ന് പറഞ്ഞു. അത്ഭുതപ്പെട്ടു പോയി ഞാൻ, വണ്ടടിച്ചു പോയി ഞാൻ. രണ്ടുപേരും കൂടെ മടിയിലിരുത്തി ഞാനൊരു സെൽഫി ഒക്കെ എടുത്തു. എന്നെ വൈഫിനോട് ഞാൻ വിളിച്ച് പറഞ്ഞു, ദേ ഇവനിങ്ങൾ 2 പേരും ഒറ്റയ്ക്കാ ഉച്ച വരെ. പപ്പ 3 മണിയാകുമ്പോൾ വരും, മമ്മി ഒരു 4 മണിയാകുമ്പോൾ വരും. എന്തേ എവിടെട്ടോ വിഷയം ഞാൻ മിറക്കിൾ ഉണ്ടാകണം, കൊണ്ടുവരണം. ഒറ്റയ്ക്കിരിക്കുക ഉച്ച വരെ. പപ്പ 90 മൈൽ ഓടിച്ച് 90 കിലോമീറ്റർ ഓടിച്ച് വണ്ടി കൊണ്ട് താഴെ പാർക്ക് ചെയ്തിട്ട് കയറി വരുമ്പോൾ 2 പേരും ഇളയനിയത്തെ മടിയിലെടുത്ത് വെച്ച് ചോറൊക്കെ വാരിക്കൊടുത്ത് മൂത്ത ചേച്ചി, ഓ എന്നാ ഒരു അനുഭവം. ഞാൻ അന്ന് രാത്രി സത്യത്തിൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ആ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം എൻ്റെ മനസ്സ് വല്ലാതെ പടച്ചുപോയി. എന്താ ഇതിൻ്റെയൊക്കെ ആധാരം? എന്തോ വിശ്വസിച്ചാൽ നമ്മൾ ഇറങ്ങുന്നത്? റൂം പൂട്ടി ബഹുദൂരം 90 മൈൽ അകലേക്കിലേക്ക് പോകാൻ എന്താ ആധാരം? ഒരു പരിപാലകനുണ്ടെന്നുള്ളതാണ്. റൂമിനടുത്ത് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോയാലും അകതാരിൽ നമുക്ക് ധൈര്യം തരുന്ന ഒരു പരിപാലകനുണ്ടെന്നുള്ളതാണ്. ഒരു പരിപാലകൻ നിന്റെ കുഞ്ഞിനെ പാലിക്കാം, ഒരു പരിപാലകൻ നിന്റെ കുടുംബത്തിനെ പാലിക്കാം. ഓ അപ്പോഴും ഇവിടെ ആയിരിക്കുമ്പോൾ മക്കൾ പാതി അവിടെ ബാംഗ്ലൂരിലോ പൂനെയിലോ ചെന്നൈയിലോ താനയിലോ മംഗളൂരോ ഒക്കെ പഠിക്കുന്നു. എന്താ ആധാരം? എന്താണ് ആധാരം? അപ്പനോ നിങ്ങളുടെ വട്ടം നിൽക്കുമ്പോഴും കൊച്ചുങ്ങൾ ഓടി വീഴുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇല്ലാത്തപ്പോ വീഴുമ്പോ ആരാ കാക്കുന്നേ? ആരാ പരിപാലിക്കുന്നേ? ഈ പരിപാലകനെ മറന്നു പോകണ്ടേ? നിരാകരിച്ചു കൊടുക്കുന്നതുകൊണ്ടല്ല, അമ്മാച്ചനെ ഏൽപ്പിച്ചതുകൊണ്ടല്ല, അനിയനെ ഏൽപ്പിച്ചതുകൊണ്ടല്ല. ഒരു പരിപാലകനുണ്ട് നിന്റെ തലമുറയെ കാക്കാൻ. വിശ്വസിക്കുന്നവരുണ്ട്. മക്കളെയും മരുമക്കളെയും നാട്ടിലുള്ള കുടുംബങ്ങളെയും കാക്കാൻ ഒരു പരിപാലകൻ. ആ പരിപാലകന്റെ അവൻ നമ്മെ കൊണ്ടുവന്നിരിക്കും. സ്കൂൾ ബസ് കൊണ്ടുവന്ന് നിർത്തി. മമ്മി ടാറ്റ, പപ്പ ടാറ്റ എന്ന് പറഞ്ഞ് പൂത്തുമ്പികളെ പോലെ അതിനകത്തേക്ക് ഓടിക്കഴിഞ്ഞു നമ്മുടെ കുരുന്നുകൾ. അതേ വണ്ടിയിൽ വൈകിട്ട് അതേ വീടിന്റെ മുറ്റത്ത് വന്നിറങ്ങുമ്പോൾ കൊണ്ട് നിർത്തുമ്പോൾ പോപ്പിക്കൂടെ ബായും സ്കൂബിയുടെ ബായും എല്ലാമായിട്ട് ഓടി അതിനകത്തൊന്ന് ഇറങ്ങുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഇറങ്ങുന്നതിന്റെ കാരണം എന്താണെന്നറിയാം? ആ വണ്ടി ഓടിച്ച ഡ്രൈവറുടെ വൈദഗ്ധ്യമല്ല, തിരക്കുള്ള രീതിയിലൂടെ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് പോയ ഡ്രൈവറുടെ പ്രത്യേകതയല്ല, സ്കൂളിന്റെ പിടിയുടെ മഹത്വമല്ല, സ്കൂൾ അധികൃതരുടെ ഉത്തരവാദിത്വ ബോധമല്ല. അതൊക്കെ ആണ്. പക്ഷെ അതിനപ്പുറം നിൽക്കുന്നത് ഒരു പരിപാലകൻ നിന്റെ കുഞ്ഞിന്റെ കൂടെ ഉണ്ടായിരുന്നു. നിന്റെ കുഞ്ഞിന്റെ കൂടെ ഒരു പരിപാലകൻ അവന്റെ അരികിൽ നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കുന്നവരെ ശ്രദ്ധിക്കുക. നമ്മൾ വന്നിരിക്കുന്നത് ഒരു പരിപാലകൻ. ഭാര്യയോടത്ത്, ഭർത്താവിനടുത്ത്, മാതാപിതാക്കൾ വേറെടുത്ത്, കുഞ്ഞുങ്ങൾ മറ്റൊരിടത്ത്. എങ്ങനെ സഹിക്കും ഇതൊക്കെ? എങ്ങനെ വഹിക്കും? വഹിക്കാൻ നമുക്ക് കരുത്ത് പകർന്നിരിക്കുന്ന ഈ ചിന്തയാണ്. എന്റെ കണ്ണെത്തിയില്ലെങ്കിലും, എന്റെ കൈയെത്തിയില്ലെങ്കിലും എന്റെ ഭാര്യയുടെ കൂടെ അവൾ കയറിയ വാഹനത്തിൽ, അവൾ ജോലി ചെയ്യുന്നിടത്ത്, എന്റെ പ്രിയപ്പെട്ടവന്റെ കൂടെ അദ്ദേഹം ജോലി ചെയ്യുന്നിടത്ത്, ദീർഘദൂരം ഡ്രൈവ് ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ ഈ വാഹനം മറ്റൊന്നിൽ ഇടിക്കാതെ, മറ്റൊന്നിൽ ഉരസാതെ, പിന്നാലെ വരുന്നവൻ ലക്ഷ്യം തെറ്റി നമ്മുടെ വണ്ടിക്കിട്ട് തട്ടാതെ ഒക്കെ കൊണ്ടുപോകുന്നത് ഒരു പരിപാലകൻ. ഈ യാത്രയിൽ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ മടങ്ങി വന്നത് ഈ പരിപാലകന്റെ അടിയിലേക്കാണ്. പരിപാലിക്കുന്നത് എങ്ങനെ? ചുറ്റി പരിപാലിക്കുന്നു. പ്രായമായ മാതാപിതാക്കളെ ഓൾഡ് ഏജ് ഹോമിനെ കൊണ്ടും തള്ളാതെ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടല്ലോ നിങ്ങൾ പലരും. ആരാണ്ടൊക്കെ വേലക്കാരിയാക്കി വെച്ചിട്ടുണ്ട്. പപ്പായും മമ്മിയും ജീവനോട് ഇരിക്കുന്നതും വെള്ളം കുടിക്കുന്നതും നടപ്പിൽ കാല് പിടച്ച് തറയിൽ പോകാതിരിക്കുന്നതും വേലക്കാരുടെ മാത്രം ശ്രദ്ധ കൊണ്ടല്ല കേട്ടോ. ഇവിടെ നിങ്ങളെ പരിപാലിക്കുന്ന ഒരു പരിപാലകന്റെ സാന്നിധ്യം അവിടെയും ഉള്ളതുകൊണ്ടാണ്. നന്ദി ഉണ്ടാകണം അവനോട്. ആ പാദത്തിങ്ങൾ വീണ് മുത്തിക്കോണം, ആ കരങ്ങളെ മുറുകെ പിടിച്ചോണം. ആ പരിപാലനത്തിന്റെ ദൃഷ്ടി മാറിപ്പോയതുണ്ടല്ലോ. ഓ, നമ്മൾ ഒരു കൂട്ടം ദുരന്തങ്ങൾ നമ്മൾ മടങ്ങി വന്നിരിക്കുന്നത് പരിപാലകന്റെ അരികിലാണ്. ഓർത്ത് സ്തുതിച്ചോണം, ഓർത്ത് മഹത്വപ്പെടുത്തിക്കോണം. നമ്മൾ വന്നിരിക്കുന്നത് സെക്യൂരിറ്റി പട്രോളിംഗ് എന്ന് പറയുമ്പോൾ ചുറ്റിപ്പരിപാലിക്കുന്നത്.
സെക്യൂരിറ്റിമാർ ഒത്തിരി ഉണ്ടായിട്ടും ആഭ്യന്തര സുരക്ഷിതാർത്ഥം വമ്പൻ ശമ്പളം കൊടുത്ത് നിർത്തിയ സെക്യൂരിറ്റിയുടെ ഉദാസീനത കൊണ്ട് വലിയ വലിയ ജീവൻ പൊരിഞ്ഞുപോയ സംഭവങ്ങൾ അറിയാമോ? എത്രയാ ചരിത്രങ്ങളുടെ ഏടുകൾ പരതിയാൽ ദാരുണമായ സംഭവങ്ങൾ തുടർമാനതയുണ്ടാകും. ശ്രീലങ്കൻ പ്രസിഡന്റ് പ്രേമദാസയുടെ മരണം മറന്നിട്ടുണ്ടാവില്ല നിങ്ങൾ. എന്തിന് ശ്രീലങ്കയ്ക്ക് വണ്ടി കയറണം? നമ്മുടെ രാജ്യത്തെ ഏറ്റവും ശക്തയായ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ചെയ്യാൻ തന്നിടം കാണിച്ച ഒരു വനിത ആരാ? ഇന്ദിരാ ഗാന്ധിയുടെ മരണം സെക്യൂരിറ്റി മാൻ അനാസ്ഥ കൊണ്ടല്ല, അവന്റെ വെടിയുണ്ടയേറ്റാണ് അവർ മരിച്ചത്. രാജീവ് ഗാന്ധിയുടെ മരണം മറന്നിട്ടുണ്ടാകില്ല. ശ്രീ പെരുമ്പദൂർ സെക്യൂരിറ്റി ഗാർഡാണോ? പരമദയനീയമായി എത്ര മരണങ്ങൾ. നേതാക്കന്മാരുടെ ജീവൻ ഘാതകർ അപകരിച്ചെടുത്ത ചരിത്ര സംഭവങ്ങളിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒന്ന് ജോൺ എഫ് കെന്നഡിയുടെ മരണമാണ്. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ജോൺ എഫ് കെന്നഡി അമേരിക്കയിൽ ഒരു വിശാലമായിരിക്കുന്ന ഗ്രൗണ്ടിൽ കൂടി വന്ന ആയിരക്കണക്കിന് ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രസംഗം നടത്തി. വേദിയിൽ അദ്ദേഹത്തോടൊപ്പം പ്രോട്ടോകോൾ അനുസരിച്ച് ചില VIP-കൾ മാത്രം. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അഭിമാനത്തോടുകൂടെ അങ്ങനെ തല ഉയർത്തി നിന്നു തന്റെ ഭാര്യ ജാക്വലിൻ കെന്നഡി. അവിടെ അരികിൽ നിന്നുകൊണ്ട് താൻ ജനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചു. ഒടുവിൽ 2 വാക്ക് പറയുവാൻ ജാക്വലിൻ കെന്നഡിയുടെ കയ്യിലേക്ക് മൈക്ക് താൻ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ, എനിക്ക് അധികമൊന്നും പറയാനില്ല പ്രിയരെ, ഒറ്റ വാചകമേ പറയാനുള്ളൂ. ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ വനിത ഞാനാണ്. അമേരിക്കൻ ജനത അത് കേട്ടിട്ട് കരമടിച്ചു ആഘോഷത്തോടെ. ഏറ്റവും ഭാഗ്യവതിയായ വനിത, അമേരിക്കൻ പ്രസിഡന്റ് ഭാര്യയാകുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്നാണ് അവൾ വിളിച്ചു പറഞ്ഞത് ജാക്വലിൻ. എല്ലാവരും അത് കേട്ട് കരഘോഷത്തോടെ സ്വീകരിച്ചു. ആ സമ്മേളന വേദി വിട്ട് അടുത്ത യോഗസ്ഥലത്തേക്ക് തുറന്ന ജീപ്പിൽ പോവുകയാണ്. തുറന്ന ജീപ്പിൽ അങ്ങനെ കൊണ്ടുപോകുന്നതിന്റെ കാരണം 6 മാസത്തിന് മുൻപ് ആ വീഥികൾ മുഴുവനും അത് നന്നായി പരിശോധിച്ചു. സകല വൃക്ഷങ്ങളും അത് നിൽക്കുന്ന സ്ഥലങ്ങളും അതിന്റെ വശങ്ങളിലുള്ള സകല വീടുകളും നന്നായി പരിശോധിച്ചു. അമേരിക്കൻ ആഭ്യന്തര സുരക്ഷിതത്വം അത് നിർവഹിക്കുന്ന ഫോഴ്സ് നന്നായി പരിശോധിച്ചു. വീട് കിടക്കുന്ന ഇര പോലും അവർ നന്നായി പരിശോധിച്ചിരുന്നു. ഓടയും എല്ലാം. അതുകൊണ്ട് ഒരു ഭയവുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം തുറന്ന ഒരു കാറിൽ കൂടി നിന്ന ജനാവലിയെ അഭിസംബോധന ചെയ്തു. വലതുകാലം കൊണ്ട് ജനത്തെ അഭിസംബോധന ചെയ്ത് ഇടതുകാലം കൊണ്ട് തന്റെ ഭാര്യ ജാക്വലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജോൺ എഫ് കെന്നഡി മുമ്പോട്ട് നീങ്ങുകയാണ്. ഇങ്ങനെ കൊണ്ട് പോകുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തെ അടുത്തു കാണുക ഒട്ടനവധി ആളുകൾ വശങ്ങളിൽ നിൽപ്പുണ്ട്. ഇങ്ങനെ തന്നെ എല്ലാവരുടെയും മുമ്പിൽ തുറന്ന കാരണം കൊണ്ട് പോകുമ്പോൾ ഒരു 7 നില കെട്ടിടം ഉയർന്നു നിന്നിരുന്നു. അതൊക്കെ പരിശോധിച്ചു പോയതാ. പക്ഷെ 7 നില കെട്ടിടത്തിന്റെ മുകളിൽ ഒരു മുറിയുടെ ഒരു ജനാല പാളി തുറന്നു കിടന്നത് ഒരു റഡാറിന്റെയും കണ്ടിൽപ്പെട്ടില്ല. ഒരു കമ്പ്യൂട്ടറും കണ്ടുപിടിച്ചില്ലത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കണ്ടില്ല. ആ തുറന്നു കിടന്ന ജനൽപ്പാളിയുടെ പിന്നിൽ ഒരു മനുഷ്യൻ, ഒരു ഘാതകൻ ആധുനിക മിഷൻ ഗണ്ണുമായിട്ട് അങ്ങനെ ശ്രദ്ധയോടെ നിന്നിരുന്നു. അദ്ദേഹത്തിന്റെ മിഷൻ ഗണ്ണിന്റെ പോയിന്റിന് നേരെ ജോൺ എഫ് കെന്നഡിയുടെ നെഞ്ച് വന്ന ആ പ്രത്യേക നിമിഷത്തിൽ ട്രിഗറിൽ ഒന്ന് വിരലമർത്തി തുരുതുര പാഞ്ഞുപോയ വെടിയുണ്ടകൾ ജോൺ എഫ് കെന്നഡിയുടെ നെഞ്ചിനെ ആരിപ്പയാക്കി മാറ്റി. ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ വനിത ഞാനാണെന്ന് പറഞ്ഞ ജാക്വലിൻ കെന്നഡിയുടെ കൈകളിലേക്ക് ചേതനയേറ്റ് ജോൺ എഫ് കെന്നഡി വീഴുകയായിരുന്നു. അറപ്പാട് പോലീസ് അമ്പരന്നുപോയി. ഇത്ര സുരക്ഷിതത്വമായ സംവിധാനം ഏർപ്പെടുത്തിയിട്ടും ഈ വെടിയുണ്ടകൾ മഴ പോലെ എവിടെ നിന്ന് ഉതിർന്നു വന്നു. നോക്കുമ്പോഴാണ് ജനൽപ്പാളി അടച്ചിട്ടൊരു മനുഷ്യരൂപം അകത്തേക്ക് ഉൾവലിയുന്ന കണ്ടു. പോലീസ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഒരുവനി തോക്കുമൊക്കെ പിടിച്ച് ചുമ്മാതെ താഴേക്ക് പടിക്കെട്ടുകൾ ഇറങ്ങി വരുന്നു. ഓസ്വാൾഡ് സ്മിത്ത് എന്ന് പറയുന്ന ഘാതകൻ. ഓസ്വാൾഡ് സ്മിത്ത്. പോലീസ് അങ്ങനെ പിടികൂടി. എന്തിനാ നീ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ചുമ്മാ രസത്തിന് ചെയ്തത്. എല്ലാവരുടെയും പേരൊക്കെ പത്രത്തിൽ വരുന്നുണ്ട്. പേര് പത്രത്തിൽ വരണമെങ്കിൽ ഇങ്ങനെ വല്ലെങ്കിൽ ചെയ്തെങ്കിലല്ലേ പറ്റുള്ളൂ. അതിനുവേണ്ടി ചെയ്താണെന്ന് പറഞ്ഞ് ഒരു മാനസിക രോഗി പോലെ അദ്ദേഹം പെരുമാറി. ജോൺ എഫ് കെന്നഡിയുടെ ഈ ദാരുണമായിരിക്കണമെങ്കിൽ അമേരിക്ക എന്നും ആരാധിക്കുന്ന ഒരു പ്രസിഡന്റാണ് ജോൺ എഫ് കെന്നഡി. പിന്നെ വന്നിട്ടുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുള്ള ജനകീയ ബഹുമതിയെക്കാളും അദ്ദേഹം ജനകീയനായിരുന്നു അമേരിക്കയുടെ ചരിത്രത്തിൽ. വായിച്ചിട്ടുണ്ടാകും നിങ്ങൾ. ആഭ്യന്തര സുരക്ഷിതത്വം ഒത്തിരി ഉണ്ടായിരുന്നിട്ടും തകർന്നുപോയ പറന്നുപോയ ഒരു ജീവനാണ് അദ്ദേഹത്തിൻ്റെത്. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ഒത്തിരി ദുരന്തങ്ങൾ ചരിത്രങ്ങളിൽ എടുത്തു പറയുവാനുണ്ട്. പക്ഷേ ഞാൻ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, വമ്പൻ താരങ്ങളൊക്കെ ഇങ്ങനെ പൊടുന്നനവി വീണു പോകുമ്പോൾ ഈ പാർത്തലത്തിൽ രാത്രികളിലും പകലുകളിലും നമ്മെ കാവൽ കാക്കുന്ന ഒരുവനുണ്ട്.
അതിന്റെ പേരാണ് പരിപാലകനായ കർത്താവ്. നമ്മുടെ മിടുക്ക് കൊണ്ടും കഴിവ് കൊണ്ടും നമ്മുടെ പ്രാപ്തി കൊണ്ടും നമ്മൾ കഴിച്ച ഗുളികയുടെ വലിപ്പം കൊണ്ടും നമ്മളെ നോക്കിയ ഡോക്ടറുടെ മികവ് കൊണ്ടും നമ്മൾ അഡ്മിറ്റായ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത കൊണ്ടൊക്കെയാണ് നമ്മുടെ ജീവൻ നിൽക്കുന്നതെന്നൊന്നും ചിന്തിക്കല്ലേ. ചുറ്റി പരിപാലിക്കുന്ന ഒരു പരിപാലനമുണ്ട്. നമ്മുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെ മുഴുവനും, നമ്മുടെ തലമുറകളെ മുഴുവനും, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥാവിശേഷങ്ങളെ മുഴുവൻ, ശുശ്രൂഷയുടെ നാൾവഴികളെ മുഴുവനും, ശുശ്രൂഷയുടെ വഴിത്താരകളെ മുഴുവൻ പരിപാലിക്കുന്ന ഒരു പരിപാലനം. മറന്നുപോകരുന്ന പദം എപ്പിസ്കോപ്പോസിന്റെ ഒന്നാമത്തെ അർത്ഥം എന്തുവാ? പരിപാലകൻ. സ്തോത്രം ചെയ്ത കരങ്ങൾ ഉയർത്തുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ പദം ഞാൻ അവസാനിപ്പിക്കുക. രണ്ടാമത്തെ പദം എന്താണെന്നറിയാമോ? എ കോച്ച് ഇൻ ആൻ അത്ലറ്റിക് ഫീൽഡ് എന്നത്. എ കോച്ച് ഇൻ ആൻ അത്ലറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായി? കളിക്കളത്തിലെ പരിശീലകൻ ഉണ്ടോ? എപ്പിസ്കോപ്പോസ് ഒന്ന് പരിപാലകനാണെങ്കിൽ രണ്ടാമത് എന്തുവാ? പരിശീലകനാണ്. നമ്മെ അഭ്യസിപ്പിക്കുന്നവൻ, അഭ്യസനത്തിൽ തികഞ്ഞവനാക്കുവാൻ വേണ്ടി നമ്മോടൊപ്പം ഈ കളിക്കളത്തിലുള്ളവൻ ഉണ്ടോ? ആത്മീയ രണാങ്കണത്തിൽ നമ്മെ പരിശീലിപ്പിക്കുന്നവൻ. ശത്രു ആരാ? ശത്രുവിനോട് എങ്ങനെ നേരിടണം എന്ന് നമുക്ക് പരിശീലനം നൽകുന്ന ഒരു പരിശീലകനുണ്ട് ആത്മീയ ജീവിതത്തിൽ. എത്ര പേര് തിരിച്ചറിയും ഈ പരിശീലകൻ? പ്രൈസ് ദി ലോർഡ്. പരിശീലനം മികവുള്ളതാക്കാൻ നാം അവന് വിധേയപ്പെട്ടു കൊടുത്തേ പറ്റൂ. ചില കഷ്ടങ്ങൾ, ചില ദുഃഖങ്ങൾ, ചില വേദനകൾ, ചില പരിഹാസങ്ങൾ, ചില ആക്ഷേപങ്ങൾ, ഇല്ലായ്മകൾ, വല്ലായ്മകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പൊടുന്നനവിലുള്ള ചില വേർപാടുകൾ എന്താണെന്നറിയാമോ? ഈ പരിശീലകന്റെ ഭാഗമാകാം. മനസ്സിലായില്ലേ? എന്റെ മകനെ നീ എനിക്ക് യാഗം അർപ്പിക്കണമെന്ന് പറയുന്നത് പരിശീലകൻ ചില കടുത്ത പ്രയോഗങ്ങളിലൂടെ നമ്മെ കടത്തിക്കൊണ്ടുപോകാനാകാം. പരിശീലകന്റെ ഇഷ്ടം അതാണെങ്കിൽ നാം അതിന് വിധേയപ്പെട്ടേ പറ്റുള്ളൂ. അങ്ങനെ വിധേയപ്പെടുമ്പോൾ നിന്റെ കുഞ്ഞ് കത്തിച്ചാമ്പലായി പോകത്തില്ല എന്നുള്ള വിവരം അബ്രഹാമിന് അറിയാമായിരുന്നു. പരിശീലകന്റെ പരിശീലനത്തിന്റെ ക്ലാസ്സിൽ അവൻ 1ാം ക്ലാസ്സോടെ പാസ്സാവുകയാണ്. മകനെ അർപ്പിച്ചു. അർപ്പിക്കാൻ ഒരുങ്ങിയെന്നല്ല, എബ്രായ ലേഖനകാരൻ പറയുന്നു, അവനെ വഴിപാട് യാഗവുമായി എന്തോ ചെയ്തു? അർപ്പിച്ചു. അതിനെ അർപ്പിച്ചതായി ദൈവം പരിഗണിക്കുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയണം, ചില കഷ്ടതകളുടെ ആധിക്യത്തിലൂടെ ദൈവം നമ്മെ കൊണ്ടുപോകുന്നത് പരിശീലനത്തിന്റെ ഭാഗമാണ്. ഈ പരിശീലനത്തിന്റെ അപ്പുറം നീ ആരായി തെളിഞ്ഞു വരുമെന്ന് അറിയാമോ? ഏറ്റവും മികച്ച താരമായി, കൊള്ളാകുന്നവനെ തെളിഞ്ഞു വന്ന് കീഴം മാറിയ ഒരു ഉൽപ്പന്നമായി പുറത്തു വന്നിട്ട് തട്ടാൻ ഒരു ഉരുപ്പടി ഉണ്ടാക്കാൻ കാരണമായി മാറും. അപ്പോൾ ഈ പരിശീലനത്തിന്റെ വഴിയിലൂടെ നമ്മെ കടത്തിവിടും. എത്ര പേര് പോകുന്നുണ്ട് പരിശീലനത്തിന്റെ വഴിത്താരകളിലൂടെ? പെറുവിറുപ്പുകളില്ലാതെ, പരിദേവനങ്ങളില്ലാതെ, പരാതികളില്ലാതെ പരിശീലകന്റെ അരികിലേക്ക് അങ്ങനെ കൊണ്ട് വിധേയപ്പെടുത്തി കൊടുക്കാമെങ്കിൽ പുറത്തു വരുന്നത് ആളുമാറിയവരായിട്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. യോബിന്റെ പുസ്തകമൊക്കെ നന്നായി നമ്മളിവിടെ പഠിച്ചത് ആ പകലത്തെ മീറ്റിങ്ങുകളിൽ. ഒട്ടനവധി പ്രതിസന്ധികൾ, കാർഷിക മേഖല തകർന്നു, വ്യാവസായിക മേഖല തകർന്നു, സാമ്പത്തിക മേഖല തകർന്നു, മാത്രമല്ല തലമുറകളെ കുറിച്ചുള്ള ആ പ്രത്യാശ തകർന്നുപോയി, ദാമ്പത്യ ജീവിതം തകർന്നുപോയി, കായിക മേഖല തകർന്നുപോയി. 6 കഷ്ടങ്ങളാണ് യോബ് അനുഭവിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പകലില്ലാതിരുന്നവർക്ക് വേണ്ടി ഓടിച്ച് ഞാൻ പറയാം, ആട്ടിൻകൂട്ടം നഷ്ടപ്പെട്ടത് അവന്റെ ധനസ്ഥിതിയുടെ നഷ്ടമാണ്. അറിയാമോ? കാളയും കഴുതയും നഷ്ടപ്പെട്ടത് അവന്റെ കാർഷിക മേഖലയുടെ നഷ്ടമാണ്. ഒട്ടകക്കൂട്ടങ്ങൾ നഷ്ടപ്പെട്ടു പോയത് അവന്റെ വ്യവസായ മേഖലയുടെ നഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ കട ഷട്ടറിട്ട് പൂട്ടി എന്ന അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? 10 തലമുറ നഷ്ടപ്പെട്ടു പോയത് തലമുറയുടെ മേലുള്ള ശത്രുവിന്റെ ആക്രമണമാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുമാത്രമല്ല, അവന്റെ ശരീരം മുഴുവനും കൊച്ചുമുതൽ ഉള്ളങ്കാൽ വരെ ആകപ്പാടെ പരിക്കളാൽ ബാധിതനെ ചാരത്തിലേക്ക് മാറേണ്ടി വന്നു. വളരെ അനുഗ്രഹീതമായിരിക്കുന്ന നിലവാരത്തിൽ ജീവിച്ചത്, സപ്രപഞ്ച കട്ടിലിൽ കിടന്നുറങ്ങിയവൻ ചാരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത് അവന്റെ കായിക ബലത്തിന്റെ ഒരു വല്ലാത്ത പോരാട്ടമാണ്. കണ്ടില്ലേ? പുഴുക്കൾ അവനെ തിന്നുകൊണ്ടിരിക്കുന്നു. കറുത്ത തലയുള്ള വെളുത്ത ശരീരമുള്ള പുഴുക്കൾ അവനെ ബാധിച്ചിരിക്കുന്നു. കരിങ്കുഷ്ഠത്തിന് വിധേയപ്പെട്ടവൻ ഇറങ്ങേണ്ടി വന്നു. കായിക ബലത്തിന്റെ നഷ്ടമാണ് കാണുന്നത്. അത് മാത്രമാണോ? പിന്നെ ബാക്കിയുള്ളത് അവന്റെ ദാമ്പത്യ ജീവിതമാണ്. അതും കൂടെ തകർന്നുടയുന്നു. ചാത്തുകളക മനുഷ്യ എന്ന് ഒരാക്ഷേപം കേൾക്കുമ്പോൾ ദാമ്പത്യ ജീവിതം കൂടെ തകരുകയാണ്. ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിയാൽ 6 കഷ്ടങ്ങൾ. ഈ 6 കഷ്ടങ്ങൾ ദൈവം അനുവദിക്കുമ്പോഴുണ്ടല്ലോ, 7ാമതൊരു സമൃദ്ധിയുടെ അനുഭവം നിനക്ക് ബാക്കി വെച്ചിട്ടുണ്ട്. നിന്നെ ഉടച്ചു കളയത്തില്ല, നിന്നെ തകർത്തു കളയത്തില്ല, നിന്നെ ഒരിക്കലും വിട്ടു കളയത്തില്ല. അനുഗ്രഹീതമായിരിക്കുന്ന അവസ്ഥാവിശേഷം കർത്താവ് നൽകി തരിക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പരിശീലകന് ചിലപ്പോൾ ദയയില്ലെന്ന് തോന്നിപ്പോകും. കട്ടിയായിട്ട് നമ്മളോട് പ്രവർത്തിച്ചു കളയും. പക്ഷെ ആ പരിശീലനത്തിന്റെ വഴിയിൽ നമ്മൾ നിവരെ നിൽക്കുമെങ്കിൽ എല്ലാം നമുക്ക് മടക്കി തന്ന് നമ്മളെ സൗഭാഗ്യത്തിലേക്ക് നയിക്കും. കർത്താവിന് വേണ്ടുന്നത് ഊതിക്കച്ച മണ്ണായി ഇനി പുറത്തു വരണം. മനസ്സിലാകുന്നുണ്ടോ? മികവുള്ള താരമായി. പകരത്തെ ഒരു മീറ്റിംഗിൽ വായിച്ചതാണ് വാക്യമെങ്കിലും ഒന്നുകൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു.
66 സങ്കീർത്തനം അതിന്റെ 10-ാമത് വാക്യം. ദൈവമേ, നീ ഞങ്ങൾ എന്തോ ഇരിക്കുന്നു, പരിശോധിച്ചിരിക്കുന്നു. ആണോ? പരിശീലകൻ നമ്മൾ എന്തോ ചെയ്യും? പരിശോധിക്കും. ആ പരിശോധനയും 6 പരിശോധനയും ശ്രദ്ധിച്ചോണം. ഇന്നെ കേൾക്കുന്ന ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ മിക്കവരും യൂട്യൂബിലൂടെ നാളെ ഇത് കേൾക്കാൻ പോകുന്ന വാത്സല്യ ശ്രോതാക്കൾ ഒക്കെ ഈ 66 സങ്കീർത്തനം 10-ാമത് വാക്യം മുതൽ താഴേക്ക് പറഞ്ഞിരിക്കുന്ന 6 ഘട്ടങ്ങളിലൂടെ 6 പരിശീലന ഗ്രൗണ്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ്. ഒന്നാമത് പറയുന്നു, വെള്ളി ഊതിക്കഴിക്കുമ്പോൾ നീ ഞങ്ങൾ എന്തോ ചെയ്തു? വെള്ളിക്കഷ്ണം നമ്മുടെ തുലയിലേക്ക് വെച്ച തട്ടാൻ ഊതുമ്പോൾ അത് പഴുക്കും. കനലുകൾ ഊട്ടിന്റെ ശക്തിയാൽ അകന്നു പോയാൽ കുടിലുകൊണ്ട് അത് തിരിച്ച് വീണ്ടും അടുപ്പിച്ചു വെക്കും. പഴുക്കുന്ന വെള്ളിക്കഷണം വേദന കൂടി പൊള്ളുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി ചാടാൻ പറ്റില്ല. അവിടെ ഇരുന്ന് കൊടുക്കാനേ പറ്റൂ. ഇരുന്ന് കൊടുത്താൽ കിരീടം മാറും. എടുത്ത് ചാടിയാൽ നീ പഴയ പടിഞ്ഞ് തന്നെ പോകും. നാം ഒരു വെള്ളിക്കഷണം എന്നതുകൊണ്ട് കർത്താവ് പ്രശ്നത്തിന്റെ തീച്ചൂടയിലേക്ക് എടുത്തു വെച്ചാൽ ഇരുന്ന് കൊടുക്കാൻ കഴിയുമെങ്കിൽ പരിശീലകന്റെ പ്രോഗ്രാമാണതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇരുന്ന് കൊടുക്കാൻ കഴിഞ്ഞാൽ നീ പുറത്തു വരുന്നത് കീഴമുള്ളവനായിട്ടല്ല, ഏകമാനം ഉപയോഗമുള്ളവനായി പുറത്തു വരാൻ കഴിയാതെ വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചേ. ശക്തമായ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഒരു കാര്യം വിശേഷം അറിയണം, ഈ വെള്ളിക്കഷ്ണം എടുത്തു വെച്ചവൻ അറിയാം എപ്പോ എടുത്തു മാറ്റണമെന്നുള്ളത്. പ്രശ്നത്തിലേക്ക് നിന്നെ തള്ളിവിട്ടത് ഈ പരിശീലകനാണെങ്കിൽ അവൻ തിരിച്ചു പിടിക്കും. മറന്നു പോകത്തില്ല. ഇന്നൊരു കഷ്ടതയിലാണല്ലോ, ഞാൻ മറന്നുപോയല്ലോ. നോ, കഷ്ടതയിൽ അവന് ഏറ്റവും ആദ്യത്തെ തുണയാണ്. കാരണം ഈ തട്ടാൻ അറിയാം വെള്ളിക്കഷ്ണം എത്ര നേരം മുലയിൽ ഇരിക്കണമെന്നുള്ളത്, എത്ര നേരം ഇരുന്നാൽ നിന്റെ കീഴം മാറുമെന്ന് അവനറിയാം. അതുകൊണ്ട് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന പ്രശ്നം അവനെ അറിഞ്ഞു വരുത്താൻ ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ അവൻ നിന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ നീ വെച്ചതുപോലെയല്ല, വേറൊരു വ്യക്തിയെ പുറത്തു വരും. അത് ആഗ്രഹിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. പരിശീലകന്റെ ഒന്നാം പരിശോധനയുടെ ഘട്ടമത്. അടുത്ത് പറയുന്നു, നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. ഉണ്ടോ? ഉലയിൽ നിന്ന് ഇറങ്ങിയപ്പോ എവിടോട്ട് വീണു? വലയിൽ. വലയിൽ അകപ്പെട്ടു. രക്ഷയില്ല, ഇനി സ്വാതന്ത്ര്യമില്ല. വലയിൽ അകപ്പെടുത്തിയവൻ പറയാതെ ചലിക്കാൻ പറ്റത്തില്ല. വലയിൽ മുമ്പോട്ട് പോകാൻ സമയമില്ലല്ലോ. വലയിൽ. ഉലയിൽ നിന്ന് ഇറങ്ങിയവൻ ഇപ്പൊ സ്വന്തം സ്വാതന്ത്ര്യമില്ലാതെ മുൻപും പിൻപും അടച്ച് കർത്താവ് കായി നമ്മുടെ മേൽ വെച്ചതുപോലെ ഒരനുഭവം കണ്ടില്ലേ? ഇതുവരെ സ്വാതന്ത്ര്യമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടുകയായിരുന്നു. മനസ്സിലായി? കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ വരത്തില്ല, ഉപവാസം ഉണ്ടെന്ന് പറഞ്ഞാൽ വരത്തില്ല, സഹായത്തിന് വരത്തില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുമായിട്ടാണ് ഓടുകയാണ്. കർത്താവ് വാലയിട്ട് നീ പിടിച്ചു. ഇപ്പൊ ഒരു ഡ്യൂട്ടിയില്ല, ഒറ്റയിൽ പുറത്ത് ഇരിക്കുക. മനസ്സിലായി? ആരെങ്കിലും വന്നായിരുന്നെങ്കിൽ, ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് യോഗത്തിന് കൊണ്ടുപോയായിരുന്നെങ്കിൽ എന്ന സ്ഥിതിയിലേക്ക് വരിക. മുമ്പ് ആര് വിളിച്ചാലും എന്തോ ചെയ്തില്ലായിരുന്നു, പോകത്തില്ല. അതാ വല എറിഞ്ഞ് പിടിക്കും. നീ എന്റെ കാലിനെ എന്തോ ചെയ്തു? വലയിൽ അകപ്പെടുത്തി. ഉണ്ടോ? കഷ്ടതയുടെ രണ്ടാമത്തെ പരിശീലകന്റെ രണ്ടാമത്തെ അവസ്ഥ കണ്ടോ? പരിശീലകൻ നമ്മെ പരിശോധിക്കുകയാണ്. രണ്ടാമത് വീണ്ടും ക്രൂരനാണെന്ന് തോന്നിപ്പോകും ചിലപ്പോ. വലയിൽ അകപ്പെട്ട് നിൽക്കുന്നവന്റെ അടുത്ത അവസ്ഥ കണ്ടോ? ഞങ്ങളുടെ മുതുകത്ത് നീ എന്തോ ചെയ്തു? വലയിൽ അകപ്പെട്ട് നിൽക്കുന്നവന്റെ മുതുകത്ത് ഭാരം വെച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലായി? എന്തോ മനസ്സിലായി? വലയിൽ അകപ്പെട്ട് നിൽക്കുന്നവരെ തലേ ഭാരം വെച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലാവും, തോളെ ഭാരം വെച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇതെവിടെ വെച്ചെന്നാ? മുതുകത്ത് വെച്ചു. എങ്ങനെയാ ചെയ്യും? മുതുകത്ത് ഭാരം വന്നേ. അവൻ പറയുക സാക്ഷ്യം. അത് വലയിൽ അകപ്പെട്ട് നിൽക്കുമ്പോൾ എങ്ങനെങ്കിലും ഇതൊന്ന് അകറ്റി രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ഞാൻ കുരിഞ്ഞ് ആ പരുവം നോക്കി തമ്പുരാൻ മുതുകത്തൊന്തോ വെച്ചു. ഉണ്ടോ? വലയിൽ അകപ്പെടുത്തിയത് പരിശീലകനാണെങ്കിൽ അവൻ കണ്ണി അഴിക്കാതെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. അളിയൻ എത്ര വലിയ പുള്ളിയായിരിക്കും, നാത്തൂൻ എത്ര വലിയ പുള്ളിയാണെങ്കിലും, അമ്മാച്ചൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്, അതോ ഇതൊക്കെ ഒത്തിരി പറയാനുണ്ടല്ലോ നമുക്ക്. എത്ര വമ്പൻ താരങ്ങൾ നമ്മുടെ മൊബൈലിന്റെ മറുതലക്കൽ ഹലോ എന്ന് വിളിക്കുമ്പോൾ തിരിച്ച് പറയാനുണ്ടെങ്കിലും വലയിൽ അകപ്പെടുത്തിയത് കർത്താവാണെങ്കിൽ അവൻ ഇറക്കാതെ നീ വല ഇറങ്ങത്തില്ല. മുതുകത്തൊരു ഭാരം ഉണ്ടോ? കുഞ്ഞു വരവ് നോക്കി മുതുകത്തൊരു ഭാരം വരാൻ പറ്റത്തില്ല. ഇപ്പൊ മുതുകത്ത് എന്തോ വെച്ചോണ്ടിരിക്കുന്നു? മുതുകത്ത് ഭാരം വെച്ചോണ്ടിരിക്കുന്നവന് അടുത്ത പരിപാടി എന്താണെന്നറിയോ? നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി. ഇപ്പൊ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും കൂട്ടായ്മക്കാരെല്ലാം എതിരെയൊക്കെ പോകുന്നതെന്നറിയാവും. കുറുക്ക് വഴി നമ്മുടെ തലയിൽ കൂടെ കയറിയാ പോകുന്നത്. നിന്ന് കൊടുക്കല്ലാതെ വേറെ നിർവാഹമില്ല. ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തവന് പാർക്ക് വന്ന് 4 ചീത്ത പറഞ്ഞിട്ടേ പോകുള്ളൂ. അപ്പം അത്ഭുതപ്പെട്ട് ഭാര്യയോട് ചോദിക്കുക, അവനെ തന്നെ ചീത്ത പറഞ്ഞു. എനിക്കറിയത്തില്ല, എല്ലാവരും പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ അവനും എന്ത് ചെയ്യുക? നീ മനുഷ്യരെ ഒരാളിനെയല്ല, പിന്നെ എല്ലാവരും അവഹേളിക്കുക. കൊട്ടാരം 10 വെപ്പാട്ടികളെ ഏൽപ്പിച്ചിട്ട് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യുന്ന ദാവീദിനെ ശിമയി ചീത്ത വിളിക്കുന്നതിന് വല്ല
വല്ല ന്യായമുണ്ടോ? ശിവയിൽ നിനക്ക് വല്ല ദോഷം ഇതിനുണ്ടോ? ദാവീദ് ഇല്ലല്ലോ. നീ അവന്റെ അപ്പം നിന്ന് കൂടെ നടന്നിട്ടുള്ളതല്ല ഉള്ളൂ. എന്നിട്ട് അവനിപ്പോ ഒരു കഷ്ടതയിലായപ്പോ നീ എന്തിനാ ചീത്ത വിളിക്കുന്നത്? മനുഷ്യൻ തലമേൽ കയറി ഓടാൻ പറഞ്ഞാൽ അവർ കയറി ഓടും. സഹിക്കല്ലാതെ വേറെ നിർവാഹമില്ല. കയ്യിൽ വാളുണ്ടെങ്കിൽ തൊടാൻ അനുവദിക്കുന്നില്ല. അഭിഷേകം പറഞ്ഞു ഞാൻ ഇങ്ങനെ തട്ടിക്കളയാം. ദാവീദ് പറഞ്ഞു നോ, ദൈവം അവനോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ശമിക്കാൻ. കണ്ടോ, മനുഷ്യൻ ഞങ്ങളുടെ തലമേൽ കയറി എന്തോ ചെയ്യുന്നു. അപ്പോഴൊക്കെ പരിശീലനം മിണ്ടാതെ നിൽക്കത്തേ ഉള്ളൂ. പരിശീലനോട് നമുക്ക് അടങ്ങാത്ത ദേഷ്യം തോന്നുന്ന ചില സന്ദർഭങ്ങളാണിത്. പക്ഷേ അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? കാല് വലയിൽ മുതുകത്ത് ഭാരം, മനുഷ്യന്റെ ആധിപത്യം തലയിലൂടെ ഇങ്ങനെ നിൽക്കുന്നവനെ പൊക്കിയെടുത്ത് എവിടോട്ട് കളഞ്ഞു? തീയിലേക്ക് കളഞ്ഞു. കരിഞ്ഞ് ചാമ്പലായി പോകുന്നത്. ഇപ്പൊ അവൻ തീയിലേക്കാണ്. തീയിലേക്ക്. ഇത് 5ാമത്തെ കഷ്ടമാണ്, അറിയാമോ? ഉല 1, വല 2, മുതുകത്ത് ഭാരം 3, മനുഷ്യരുടെ ആധിപത്യം 4. ഇപ്പൊ എവിടോട്ട് കളഞ്ഞു? തീക്കകത്തോട്ടിട്ടു. തീക്കകത്തോട്ട് ചെന്ന് വീണപ്പം ഒരു തുള്ളി വെള്ളം ആരെങ്കിലും വെറുതെ ഒന്ന് തൊട്ടെന്റെ നാവൊന്ന് നനച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. വെള്ളം വേണമല്ലേ, എന്നെ കുറിച്ചോ എന്ന് പറഞ്ഞ് പൊക്കിയെടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടു. ഇപ്പൊ വെള്ളം കുടിച്ച് ചാവുന്ന സ്ഥിതിയിലായി. തീയിലായിരുന്നപ്പോ എങ്ങനെയായിരുന്നു? വെള്ളം കിട്ടാതെ ചാവുന്നതായി. ഇപ്പൊ വെള്ളത്തിലോട്ട് ഇട്ടപ്പോ എന്തുവായി? ആഹാ, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയം. അച്ഛാ വായിച്ചു നോക്കാം 66 10 മുതൽ താഴോട്ട്. നീ ഞങ്ങളെ തീരും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വരുമാറാക്കി. ആരാ ഇത് കടക്കേണ്ടത്? നീ പിശാചെന്ന് പറഞ്ഞ പഞ്ചിക്കാൻ നിൽക്കല്ലേ ഇവിടെ? അന്യഭാഷ നാലെണ്ണം വ്യക്തമായി പറഞ്ഞു പിശാചെന്ന് ചുമ്മാ തുപ്പൽ നിർമ്മിക്കൊന്നും ചെയ്യരുത്. ഇത് ആരാ പറഞ്ഞെന്നറിയാമോ? ദൈവമായി ചെയ്യുന്നത്. പരിശീലകനാരാ? എപ്പിസ്കോപ്പോസായി ചെയ്യുന്നത്. നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി, നീ ഞങ്ങളുടെ മുഖത്ത് ഭാരം വെച്ചു, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കൈകൂടെ വന്ന് നമ്മളെല്ലാത്തിനും പഠിച്ചിരിക്കുന്ന ആരെയാ? നമ്മൾ കാണിച്ചു വെച്ച സകല കുഴപ്പത്തിനും ഉത്തരവാദിത്വം സാത്താൻ ഏറ്റെടുക്കണം. നമുക്കൊരു നിർബന്ധമുണ്ട്. സാത്താൻ എന്തെങ്കിലും ആരാ ചെയ്യുന്നത്? നീ 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 എന്ന് പറയുന്നത് ഓ നമ്മുടെ എപ്പിസ്കോപ്പോസിനെ തന്നെയാണ്. ഈ 6 കഷ്ടങ്ങളിലൂടെ കടത്തി വിട്ടു. അതോടെ ഇനി അവനെ സെമിത്തേരിയിലോട്ട് എടുത്താൽ മതി നമ്മൾ ചിന്തിക്കും. പക്ഷേ പരിശീലകൻ അവനെ കൊണ്ടുവരുന്ന ഇവിടെ 12ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും നീ ഞങ്ങളെ എവിടെ കൊണ്ടുവന്നിരിക്കുന്നു? ഓ, അപ്പൊ പരിശീലകൻ എവിടെ കൊണ്ടുവരാനായി കഷ്ടപ്പാട് പെടുത്തുന്നത്? ഈ പങ്കപ്പാട് എന്തിനു വേണ്ടിയാണ് മനസ്സിലായോ? അച്ഛാ, കുവൈറ്റിൽ വന്നത് സന്തോഷിക്കാൻ വേണ്ടിയാ. പക്ഷെ ഇടയ്ക്ക് വന്നു കയറിയ ചില പ്രതിസന്ധികൾ എന്തിനാണെന്നറിയാമോ? നിന്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാനാണ്. ചില പങ്കപ്പാടുകളും ചില പ്രതിസന്ധികളും ചില രോഗങ്ങളും ചില ദുഃഖങ്ങളും ചില വേദനകളും ഒക്കെ നിന്റെ ജീവിത പടകിന് നേരെ ആഞ്ഞടിച്ചത് പരിശീലകൻ അറിയാതെ അല്ല, എപ്പിസ്കോപ്പസ് അറിയാതെ അല്ല. അവനത് വരുത്തിയത് എന്തിനാണെന്നറിയാമോ? നിന്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ. സമൃദ്ധി ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് രാത്രിയിൽ? പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് വികലമായി വ്യാഖ്യാനിക്കപ്പെടുന്ന, പക്ഷേ കഷ്ടങ്ങളുടെ ആധിക്യത്തിലൂടെ നീ കടന്നു കയറി വരുന്നത് സമൃദ്ധിയിലേക്ക്. ആ സമൃദ്ധി തരുന്നത് ആരാന്നറിയാമോ? നമ്മുടെ കർത്താവ് തന്നെ. എപ്പിസ്കോപ്പോസ്, പരിശീലകൻ. സ്വതന്ത്ര പറഞ്ഞ എങ്കിലും നീ ഞങ്ങളെ എവിടെ കൊണ്ടുവന്നിരിക്കുന്നു? സമൃദ്ധിയിലേക്ക്. കണ്ടോ? അപ്പൊ ഈ കഷ്ടത്തിന്റെ അങ്ങേയറ്റം സെമിത്തേരിയല്ല. ഈ പ്രതിസന്ധിയുടെ അങ്ങേയറ്റം സമയമാമരതം എന്ന പാട്ടല്ല. ഈ കഷ്ടതയുടെ അങ്ങേയറ്റം സമൃദ്ധിയുടെ ഒരു ഗാനമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഏറ്റവും ശ്രേഷ്ഠമായ കൊയ്ത്തരിവാളിന് ഒരു പ്രയോഗമില്ലാത്തൊരു കാലം, കൈത്തോട്ടിൽ വെള്ളമില്ലാതിരിക്കുന്നൊരു കാലം, കളപ്പുരകൾ കാലിയായൊരു കാലം, വെള്ളം കിട്ടാതെ വയലേലകളിൽ കിളികൾ ചത്തു വീഴുന്നൊരു കാലം, ആടുമാട് മൃഗസമ്പത്ത് മുഴുവൻ ചത്തുകെട്ടു പോകുന്ന വരൾച്ചയൊരു കാലഘട്ടം, കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ ഇല്ലാതിരിക്കുന്ന ഒരു കാലം. അപ്പോഴാണ് അമ്മാമ്മയ്ക്ക് ഐഡിയ തോന്നുന്നത്, പോകാം നമുക്ക്. എവിടേക്ക്? മോവാബിലേക്ക്. കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങി. ഒന്നും കൊടുക്കാനില്ല. യേശുക്രിസ്തു ജീവിക്കുന്ന തുണയനിക്ക് യേശുവേ, യേശു മാറാത്തവൻ, യേശു അതായത് സർവസൃഷ്ടികളും ഒന്നായി തേജസ് യേശുവൻ പൊന്മുഖൻ ഞാൻ കാണും. ഇങ്ങനെ ഒട്ടനവധി. ഇതെന്ത് ഭാഗ്യമേശുനാഥനോട് ചേർന്നോ ഞാൻ ഇത്. ആ പാട്ടൊക്കെ എഴുതിയ അനുഗ്രഹീത കർത്തൃദാസൻ എം ഇ ചെറിയാച്ചൻ സാറ് പാടത്തപ്രാവ് എന്ന് പറഞ്ഞൊരു കണ്ടകാവ്യം എഴുതിയിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ? ഈ എലിമേലേക്ക് അപ്പം കടം വാങ്ങാൻ പോയി. ഒരു ദിവസം തോട്ടന് കിടന്നു പാരവശത്തിലായി കഴിഞ്ഞപ്പോ പിള്ളേർ കിടന്ന് കരയുന്നു. നവോമി അവരെ പാടി ഉറക്കുന്ന ഭാഗം മുതലാണത് തുടങ്ങുക. നാട്ടിൽ വരുമ്പം ആ പുസ്തകം എവിടെയെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ വാങ്ങിച്ചോണേ. പാടത്തപ്രാവെന്നാണ് ഇതിന്റെ പേര്. പാടത്തപ്രാവ്. ഒന്നുറങ്ങിനെന്റെ ഓമന കുഞ്ഞുങ്ങൾ, ഒന്നുറങ്ങിനമ്മ ഉമ്മ നൽകാം, ഒന്നുറങ്ങി നിങ്ങൾ തങ്കക്കുടങ്ങളെ പൊന്നുമ്മകൾ വാങ്ങി ഒന്നുറങ്ങി, അല്ലാതെ നൽകുവാൻ ഒന്നുമില്ല അമ്മയ്ക്ക്, വല്ലാതെ കേടാതെ അങ്ങുറങ്ങി. അപ്പൻ വരും വേഗം വന്നു നിങ്ങൾക്ക് നല്ല അപ്പം തരും വരെ അങ്ങുറങ്ങി.
ശേഷിയില്ല അമ്മയ്ക്ക് കാണുവാൻ നിങ്ങളുടെ ശോഷിച്ച കന്നവും കണ്ണുനീരും. എങ്ങനെ കേൾക്കുമീ എങ്ങലടികൾ ഞാൻ, എങ്ങനെ താങ്ങുമീ വേദനകൾ എന്ന് പാടി ഉറക്കാൻ വന്നവിടെ പങ്കപ്പാടും ദുരിതവും പറഞ്ഞങ്ങനെ നിൽക്കുക. ഇതിങ്ങനെ പറഞ്ഞ് അവതരിപ്പിച്ചിട്ട് അദ്ദേഹം പറയുന്നു, വന്നവൻ വാതിലിൽ അന്നേരമേ ഓടി ചെന്നവൾ കുട്ടികളെ ഉണർത്താൻ. ഭർത്താവ് വാതിൽ വന്നപ്പോൾ കഥ ഉറക്കുന്നു കൊടുക്കുന്നതിന് പകരം മകളെ പപ്പ വന്നു അപ്പം കൊണ്ട് വന്നു എഴുന്നേക്കാൻ പറഞ്ഞ് കുട്ടികളെ കൊണ്ടുവന്നാൻ പോയി. ചെറ്റപ്പരക്കകത്തൂടെ അവൻ കണ്ടു കൊച്ചുങ്ങളെ വിളിച്ചുകൊണ്ടാണ് ഇവിടെ ഓടുന്നത്. പെട്ടെന്ന് അവിടെ തടഞ്ഞു പറഞ്ഞവൻ, കുട്ടികളെ ഉണർത്തല്ലേ പ്രിയെ, കിട്ടിയില്ല അപ്പം കടമുട്ടു നൽകുവാൻ നാട്ടിൽ നമുക്കിന്നൊരാളുമില്ല. മീതി അപ്പമേറെയുള്ളവരോടും ഞാൻ ചോദിച്ചു നാണിച്ചു പോയി. നഷ്ടമായി പോകിലും വേണ്ടോർക്കു നൽകുവാൻ ഇഷ്ടമില്ലാത്തവരീ മനുഷ്യർ. എലിമേലെക്കിന്റെ പരാധീനതയാണ്. ഒത്തിരി പേരോട് ഞാൻ ചോദിച്ചു, പക്ഷെ ആരും എനിക്ക് എന്ത് ചെയ്തില്ല. വിൽക്കാൻ ഇനിയും നാളെ ആരും വാങ്ങിക്കാനില്ലെങ്കിൽ ഇതെല്ലാം എടുത്ത് ഓടെ കളയേണ്ടതാണ്. എന്നാലും ആവശ്യമുള്ളവന് കൊടുക്കത്തില്ല ഈ ജനം. അങ്ങനെ അവൻ മറുപടി പറയുമ്പോ നവോമി എടുക്കുന്നൊരു തീരുമാനമാണ്, പോയേക്ക നമുക്ക് മോവാബിലേക്ക്, ഇനി ഇവിടെ നിൽക്കണ്ട, കുഞ്ഞുങ്ങൾ മരിച്ചു പോകും. അങ്ങനെയാണ് ഉണ്ടായിരുന്നില്ല. നമ്മൾ കെട്ടിപ്പറക്കി ഒറ്റ പോക്ക് പോയി മോവാബിലേക്ക്. ഇല്ലായ്മ വന്നപ്പോൾ മോവാബിലേക്ക് കൂടിയ ഓട്ടം പരിശീലകന്റെ അറിവോടുകൂടി ആയിരുന്നില്ല. എന്തിനായിരുന്നു ബethlehem ക്ഷാമം? എന്തിനായിരുന്നു ബethlehem ഈ കഷ്ടം? എലിമേലേക്ക് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? മൗനമല്ല. നവോമി എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? മാറയൊക്കെ പിന്നെ ആയതാച്ച, മാറാന്നൊന്നും അല്ല അർത്ഥം. മകളോൻ, 2 പിള്ളേരുണ്ടവർക്ക്. മകളോൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? കില്യോൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? കില്ല് ചെയ്യണം എല്ലാവരും. ബethlehem എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? അപ്പൊ അതെല്ലാവർക്കും അറിയാം. അതിനകത്തൊരു അപ്പം ഉള്ളത് കൊണ്ട് അത് പിടിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും ചെയ്യുന്നില്ല. എലിമേലെക്ക് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്റെ രാജാവ്. എന്ന് പറഞ്ഞാൽ ദൈവം എന്റെ രാജാവ്, ഹീബ്രുവിലാണ്. നവോമി എന്ന് പറഞ്ഞാൽ സന്തോഷം. അവിടെ അർത്ഥം സന്തോഷമാണ്. പക്ഷെ തിരിച്ചു വരുമ്പോൾ അവിടെ പറഞ്ഞു, എന്നെ നവോമി വിളിക്കണ്ടേ. കാരണം നവോമിന്റെ അർത്ഥം എന്താ? ഞാനിപ്പോ സന്തോഷമല്ല, പിന്നെന്തുവാ? മകളോൻ എന്ന് പറഞ്ഞാൽ രോഗി, കില്യോൻ എന്ന് പറഞ്ഞാൽ ബലഹീനൻ. നോക്കിക്കേ, അച്ഛനും അമ്മമ്മയെ ശ്രദ്ധിച്ചേ. ദൈവം എന്റെ രാജാവ് എന്ന അച്ഛനും സന്തോഷം എന്ന അമ്മമ്മയ്ക്ക് 2 പിള്ളേർ, ഒരുത്തൻ ബലഹീനൻ, ഒരുത്തൻ രോഗി. എങ്ങനെ സംഭവിച്ചത് ഒരു പിടിയില്ല. അങ്ങനെ സംഭവിക്കാം. നമ്മുടെ തലമുറയിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഓരോരുത്തരും സൂക്ഷിച്ചോ. ബethlehem എന്ന വാക്കിനകത്ത് അപ്പത്തിന്റെ വീട്. അപ്പത്തിന്റെ വീട്ടിൽ ക്ഷാമം ഉണ്ടായി ഒറ്റ പോക്ക് പോയി. എവിടോട്ട്? ശാപഗ്രസ്തമായ സ്ഥലത്തേക്ക്. കയറിപ്പോകുന്ന ദൈവം വിലക്കേർപ്പെടുത്തിയ ഭൂമിയിലേക്ക് കയറിപ്പോയി. അവിടെ വെച്ച് ദുരന്തങ്ങൾ 1, 2, 3 ഏറ്റെടുക്കേണ്ടി വന്നു. നവോമി കൈയൊഴിഞ്ഞവളായി മാറി. ഭർത്താവ് നഷ്ടപ്പെട്ട വിധവയായി. 2 പുത്രന്മാർ നഷ്ടപ്പെട്ടു. അകാലത്തിൽ 3 പേരുടെ മരണം കാണേണ്ടി വന്നു. മുറ്റത്ത് 3 കുഴിമാടങ്ങൾ. നിൽക്കുന്നില്ല ഞാൻ ഈ മണ്ണിൽ, ഇനി പോവുക. തീരുമാനമെടുത്തപ്പോൾ ഒരു മരുമകൾ ഒട്ടിച്ചേർന്നെന്ന് പറഞ്ഞു, നിന്റെ ദൈവം. ആ തീരുമാന ശക്തമാണ്. അമ്മാവിയമ്മയിൽ നിന്ന് അറിവ് കിട്ടിയതനുസരിച്ച് അവർക്ക് മനസ്സിലായി, ദൈവത്തെ വിട്ട് പോകുന്നതിന്റെ ശിക്ഷയാണ് അന്യദൈവങ്ങളെ കൈക്കൊള്ളുന്നതിന്റെ വേദനകൾ. അതാണ് ഈ മരണത്തിന്റെ കാരണം, അതാണ് ഈ ദുരന്തത്തിന്റെ കാരണം. 55 മൈൽ തിരിച്ചു നടന്നു മരിച്ചവന്റെ അവകാശം നിലനിർത്താൻ. രൂത്തിന്റെ മടങ്ങി വരുന്നറിയാം. 4-ാം അധ്യായം എഴുതി വെച്ചിട്ടുണ്ട്, മരിച്ചവന്റെ അവകാശം നിലനിർത്തുവാൻ മടങ്ങി വന്ന രൂത്ത്. മരിച്ചവൻ ഒരവകാശം പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നഷ്ടപ്പെടുത്തി കളയരുത്. നീ ലോകസുഖങ്ങൾ നേടിയിട്ട് നമുക്ക് വേണ്ടി മരിച്ചവന്റെ അവകാശം, മരിച്ചവൻ നമുക്ക് വേണ്ടി തീരാധാരം എഴുതി വെച്ചിരിക്കുന്ന ഒരു അവകാശമുണ്ട്. അത് നിത്യജീവനാണ്. നിത്യജീവൻ. അവൻ നമുക്ക് വേണ്ടി മരിച്ചത് നിത്യജീവൻ അവകാശമാക്കി തരാനാ. അത് കളഞ്ഞു കുളിക്കരുത്. അങ്ങുമിഞ്ഞു കൂടി കളഞ്ഞു കുളിക്കരുത്. മടങ്ങി വന്ന ഇവിടെ ദൈവം അങ്ങ് അനുഗ്രഹിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞ 6 കഷ്ടങ്ങളുണ്ടല്ലോ, അതെല്ലാം അനുഭവിച്ച് ഒടുവിൽ കയറി വരുമ്പോൾ രൂത്ത് അനുഗ്രഹിക്കപ്പെട്ടവളായി മാറും. പെറുക്കെ നടന്നവൾ ഏറ്റവും ഒടുവിൽ പെറുക്കെ നടന്ന കണ്ടത്തിന്റെ ഉടമയായി മാറി. അതാണ് നീ എന്നെ സമൃദ്ധിയിലേക്ക്. ചിലപ്പോൾ പരിശീലകൻ നമുക്ക് ചില വേർപാടുകൾ സമ്മാനിക്കും. ചിലപ്പോൾ പരിശീലകൻ ചില രോഗങ്ങൾ തന്നെ അനുവദിക്കും. പരിശീലകൻ സാമ്പത്തിക കെടുതി അനുഭവിക്കും. ചിലപ്പോൾ ഇതെല്ലാം അവൻ അനുവദിച്ചെന്നിരിക്കും. പക്ഷെ പെറുവിറുക്കല്ലേ, മാറിപ്പോകല്ലേ, ഓടിപ്പോകല്ലേ, കളപ്പുര കാലിയാന്ന് പറഞ്ഞ് ഇറങ്ങി ഓടല്ലേ, കൊയ്ത്തരിവാളിന് പ്രയോഗമില്ലെന്ന് പറഞ്ഞ് ഓടല്ലേ, കൊയ്ത്തുപാട്ട് പഠിച്ചത് എപ്പം പാടാനാന്ന് ഓർത്ത് വേവലാതിപ്പെടല്ലേ.
ഇതൊക്കെ തന്നവൻ ഒരു അവസരം വെച്ചിട്ടുണ്ട്. നിന്റെ വായിൽ കൊയ്ത്തുപാടിന് അവസരം, നിന്റെ കയ്യിൽ കൊയ്ത്തരിവാളിന് അവസരം, നിന്റെ കളപ്പുര നിറയ്ക്കാൻ ഒരു അവസരം അവനുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അവനെ ശ്രദ്ധിച്ചാട്ടെ. ഏറ്റവും ഒടുവിൽ എവിടേക്ക് കൊണ്ടുവരും? എവിടേക്കാ? പരമ്പര സമൃദ്ധിയിലേക്ക്. അതാണ് പരിശീലനം. കണ്ടോ, കർത്താവിന്റെ പരിശീലനത്തിന്റെ അനുഗ്രഹീതമായിരിക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ വിവരിപ്പാൻ ഏറെയുണ്ട്. ഈ പരിശീലകന്റെ അരികിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. പരിശീലകന്റെ വല്ലാത്ത ഘട്ടങ്ങളിലൂടെ നമ്മെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ വിഷമിച്ച് പരാതി പറഞ്ഞ് പരിദേവനം പറഞ്ഞ് അതുവഴി ഇതുവഴി ഓടാതെ, നടത്തിപ്പുകാരനെ കുറ്റം പറഞ്ഞ്, കൂട്ടുവിശ്വാസികളെ കുറ്റം പറഞ്ഞ്, സെൽ മീറ്റിംഗ് നടത്തുന്ന ലീഡറെ കുറ്റം പറഞ്ഞ്, കൂടെ പ്രാർത്ഥിക്കുന്നവരെ കുറ്റം പറഞ്ഞ്, ഞാൻ പ്രാർത്ഥിക്കാനുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട് എന്നൊന്നും കുറ്റം പറയാൻ നിൽക്കരുത്. പരിശീലകൻ അറിയാം നിന്നെ എപ്പോഴാണ് ഉയർത്തേണ്ടത്. പരിശീലകൻ അറിയാം നിനക്ക് എപ്പോഴാണ് നൽകേണ്ടത്. പരിശീലകൻ അറിയാം നിന്നെ എപ്പോഴാണ് ഉടയെന്ന് പുറത്തു വിടേണ്ടത്. പരിശീലകൻ അറിയാം നിന്റെ വല എപ്പോഴാണ് മാറ്റേണ്ടത്. പരിശീലകൻ മികച്ചവനാണ്. തിരിച്ചറിയുന്നവർ കർത്താവിനെ സ്തുതിച്ച് ആ കരുതടച്ച കർത്താവിനെ ആരാധിച്ച് ആരാധിച്ച് ആ പരിപാലകനാണ്, പരിശീലകനാണ്. Hallelujah, Jesus. Amen. Hallelujah. അടുത്ത ഓർമ്മ കൂടി എഴുതിക്കൂ. ഒന്നാമത്തെ എന്താ പറഞ്ഞേ? പരിപാലനം. രണ്ടാമത്തെ എന്താ? പരിശീലനം. The security man who is patrolling. അതാണ് ഒന്നാമത് പരിപാലകൻ. അടുത്തത് the coach in an athletic field. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ആംഗലത്തിൽ പറയുന്നത് കുറിച്ചൊന്നാമത് the coach in an athletic field. കളിക്കളത്തിലെ പരിശീലനം. മികവുറ്റ കായിക താരങ്ങളുടെ സകല അവാർഡുകളുടെയും ഫലകങ്ങളുടെയും ഒക്കെ പിന്നിലെ പ്രധാന ശക്തി കേന്ദ്രം ആരാ? ബ്രെയിനാല അവരുടെ കോച്ചാണ്. ഉണ്ടോ? കോച്ചിന്റെ മിടുക്കാണ് ഇവരിത് വാങ്ങിച്ചു കൂട്ടുന്നത്. നമ്മുടെ സകല വിജയങ്ങളുടെയും നമ്മൾ അനുഭവിക്കുന്ന സകല സന്തോഷങ്ങളുടെയും പ്രധാന മാസ്റ്റർ ബ്രെയിൻ നമ്മുടെ കർത്താവ് തന്നെയാണ്. വളർത്തുമവൻ, ഉയർത്തും, തല ഉനീക്കത്തിന്റെ തല ഉയർത്തും. അതുകൊണ്ട് ആദ്യം ഞാൻ വാക്കുന്നത്, എനിക്ക് ദൈവത്തോട് ക്രിസ്തുവിൽ ഈ ഉറപ്പുണ്ട്. അവരുടെ പരിശീലകനായ ദൈവമുൻപാകെ ഞാൻ വിജയത്തോടെ നിൽക്കും. ചലങ്ങി ചുരുങ്ങി നിൽക്കേണ്ട കാര്യമില്ല. ക്രിസ്തുവിൽ എനിക്ക് ഉറപ്പുണ്ട്. മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? The head of an institution. അത് the head of an institution എന്ന് പറഞ്ഞാൽ പരമാധികാരി. ഓക്കെ, പരമാധികാരി, പരിശീലകൻ. പിന്നെ ഒന്ന് പരിപാലകൻ, രണ്ട് പരിശീലകൻ, മൂന്ന് പരമാധികാരി. പ എന്ന അക്ഷരത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി പരമാധികാരി. 1 പത്രോസ് ലേഖനം 3-ാം അധ്യായം അതിന്റെ അവസാന വാക്യം ഇങ്ങനെ പറയുന്നു. പരമാധികാരത്തിന്റെ, യേശുവിന്റെ പരമാധികാരത്തിന്റെ വ്യക്തമായിരിക്കുന്ന ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. 1 പത്രോസ് ലേഖനം 3-ാം അധ്യായം അതിന്റെ അവസാന വാക്യം നോക്കിക്കേ. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവനെ കീഴ്പ്പെട്ടുമിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർപ്പിച്ച് ദൈവം അവനെ തന്റെ വലത്തുഭാഗത്തിരുത്തിയിരിക്കുന്നു എന്ന് എഫെസ്യ ലേഖനം പറഞ്ഞിരിക്കുന്നു. പത്രോസ് അതേ ആശയം ഇവിടെ വ്യക്തമാക്കുന്നു. അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത്. സ്തോത്രം പറയാമോ? കർത്താവ് എവിടെ ഇരിക്കുന്നു? എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ കൂട്ടി നമ്മൾ വായിക്കുമ്പോൾ, പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 22-ാമത് വാക്യം ഇപ്പോൾ വായിച്ചു കേൾപ്പിച്ച വാക്യവുമായി എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ ലയിപ്പിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, സകല വാഴ്ചകൾക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും ശക്തിക്കും മീതെയല്ല, പിന്നെ ആ വാക്യമായിട്ട് വലിയ പരിചയമൊന്നുമില്ലേ? അത്യന്തം മീതെ അവനെ ഇരുത്തുകയും, ഈ ലോകത്തിൽ മാത്രമല്ല പിന്നെ വരാനുള്ളതിനും അവനെ തന്നെ സകലത്തിനും തലയാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അവൻ പരമാധികാരിയാണ്. കണ്ടോ? ദൈവം അവനെ ഉയർത്തി ഏറ്റവും ശ്രദ്ധമായി ഉയർത്തിയിരിക്കുന്നു വലതു ഭാഗത്ത്. എവിടെ എത്തിയിരിക്കുന്നത്? ഏതെങ്കിലും ഒരിടത്തല്ല, പിന്നെ ഇവിടെ വലതു ഭാഗം. വലതു ഭാഗത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? ശ്രദ്ധിച്ചോണം. വലതു ഭാഗം, വലതുകരം എന്നൊക്കെയുള്ള വേദപുസ്തകത്തിന് ആശയത്തിന്റെ ആഴമാച്ച. വലതു ഭാഗം എന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ സ്ഥാനമാണ്, അവകാശത്തിന്റെ സ്ഥാനമാണ്, അനുഗ്രഹത്തിന്റെ സ്ഥാനമാണ്. കണ്ടോ? അതൊക്കെ അങ്ങനെയുള്ള ഒത്തിരി അധികാരം, അവകാശം, അനുഗ്രഹം, ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ആത്മീയ സംഗതികളുടെ വശമാണ് എന്ന് പറയുന്നത് വലതു വശം എന്ന് പറയുന്നത്. അവിടെയാണ് പുത്രനെ ഇരുത്തിയിരിക്കുന്നത്. അവിടെ ഇരുത്തിയിരിക്കുന്ന ആ കർത്താവ് നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ എന്റെ ബലങ്ങളെ കൊണ്ട് നിന്നെ താങ്ങിയിരിക്കും എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? എനിക്ക് ലഭിക്കപ്പെട്ട ഈ അവകാശം, എനിക്ക് ലഭിക്കപ്പെട്ട ഈ അധികാരം, എനിക്ക് ലഭിക്കപ്പെട്ടതായിരിക്കുന്ന ഈ അനുഗ്രഹം,
എനിക്ക് ലഭിക്കപ്പെട്ട ഈ അധികാരം, പ്രൈസ് ദി ലോർഡ്, എന്റെ വലങ്കരം നിന്റെ മേൽ വച്ചിരിക്കുന്നത് കൊണ്ട് നിന്നിലേക്ക് ഞാനിത് വ്യാപരിപ്പിച്ചിരിക്കുന്നു. അധികാരത്തിന്റെ വലതുവശത്ത് ഇരിക്കുന്നവൻ തന്റെ വലങ്കരം കൊണ്ട് നമ്മെ താങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന് പരമാധികാരത്തിന്റെ വെളിപ്പെടുത്തലാണ്. മനസ്സിലാകുന്നുണ്ടോ? വേറെ ആർക്കും നമ്മെ തീണ്ടാൻ കഴിയില്ല, വേറെ ആർക്കും നമ്മുടെ മേൽ ജയം കൊള്ളാൻ കഴിയില്ല. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് സാധാ നേതാവിനെ അല്ല, പരമാധികാരിയായ ഒരുവനെ, സകലത്തിന്റെ മീതെ പരമാധികാരമുള്ളവൻ. ഈ അധികാരം വേറെ, പരമാധികാരം വേറെ. അധികാരം എന്ന് പറയുന്നത് ഏതെങ്കിലും ചിലതിലുള്ള സംഗതിയാണ്. പക്ഷെ പരമാധികാരം എന്ന് പറയുന്നത് സമസ്ത സംഗതിക്കും മീതെ, അത്യന്തം മീതെ. എഫെസ്യരുടെ പദമാണ് എനിക്കിഷ്ടം, അത്യന്തം മീതെ. കണ്ടോ, ഇവിടെ അധികാരികൾ പലതുണ്ട്, പരമാധികാരികൾ എന്നൊക്കെ അവർ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ആശാഭാരതത്തിന്റെ രീതി നോക്കിയേ, 5 വർഷം കഴിയുമ്പോൾ തരികൾ തെറ്റിന് നടൻ പോകും ഈ അധികാരികൾ മുഴുവൻ. പിന്നെ നമ്മൾ നമ്മുടെ വിലയേറിയ സമ്മതിദാനാവകാശം ആഞ്ഞുകുത്തിയെങ്കിൽ മാത്രമേ അടുത്ത പ്രാവശ്യം കയറാൻ പറ്റൂ. ജയിച്ചാൽ കയറാം, ഇല്ലെങ്കിൽ കയറാൻ പറ്റില്ല. 5 കൊല്ലം മാറി മാറിയുള്ള വ്യവസ്ഥയ്ക്ക് ഇന്നുവരെ ഒരു തുടർമാനത ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ലോകത്തിന്റെ ഇടപാടുകൾ. അമേരിക്കയിലും യൂറോപ്പായാലും അങ്ങനെ തന്നെ. കുറെ കാലം കഴിയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇറങ്ങിപ്പോയേ പറ്റൂ. ഈ ലോകത്തിന്റെ ഗതി അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ മാത്രമല്ല വരാനുള്ളവരും ഒരുവൻ അധികാരിയല്ല, പരമാധികാരിയാണ്. എല്ലാത്തിന്റെ മീതെ അവനാണ് അധികാരം. ലോക ഗവൺമെന്റിന്റെ മീതെ അവനാണ് അധികാരം. ആര് ഭരിക്കണം, ആര് പ്രതിപക്ഷത്തിരിക്കണം, ആരാ തീരുമാനിക്കുന്നത് അറിയാമോ? വോട്ടർമാരല്ല തീരുമാനിക്കുന്നത്, പരമാധികാരിയായ നമ്മുടെ കർത്താവാണ് തീരുമാനിക്കുന്നത്. സമസ്ത ഭൂത പ്രേത പിശാചുക്കളുടെ മീതെ അവന് പരമാധികാരമാണുള്ളത്. എത്ര കൊടിയ പിശാചാണെങ്കിലും ഇറങ്ങുന്നൊരു വാക്ക് പറഞ്ഞാൽ അത് ഇറങ്ങി മാറുകയാണ്. അലറി അടുക്കുന്ന തിരമാലകളുടെ കടലിനോട് ശാന്തമാകാൻ പറഞ്ഞാൽ അത് ശാന്തമാകുകയാണ്. കൊടുങ്കാറ്റ് വീശി അടിക്കുന്നു, പരമാധികാരി പറയുന്നു നിൽക്കണേ എന്ന് പറഞ്ഞാൽ അത് ശാന്തമാകുകയാണ്. ഹല്ലേലൂയ. നെബൂഖദ്നേസറോ ആരുമായിക്കൊള്ളട്ടെ, ദൈവജനത്തിനെതിരെ ഫറവോനോ, കഠിന മനസ്സുള്ള ഫറവോനോ, ചാത്തമാർഗയുടെ ഊഴിവിചാരകന്മാരോ ആരുമായിക്കൊള്ളട്ടെ, ഈ പരമാധികാരി അവരെ ഈയം പോലെ വെള്ളത്തിൽ താഴ്ത്തി കളഞ്ഞിട്ട് നിനക്ക് വഴിയൊരുക്കി പുറപ്പെടുവിച്ചു കൊണ്ടുവരുന്നവന് അവന്റെ പേര് പരമാധികാരിയാണ്. നിയമസംഹിതം കൊണ്ട് നിനക്ക് ദോഷം വരുത്താൻ ശ്രമിക്കുന്ന, നിന്റെ നന്മകളെ തടയാൻ ശ്രമിക്കുന്ന, അനുഗ്രഹത്തെ വഴിമാറ്റി വിടാൻ ശ്രമിക്കുന്ന സകല പോരുകളെയും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പരമാധികാരി, അതാണ് നമ്മുടെ എപ്പിസ്കോപ്പോസ്. പരിശീലകന പരമാധികാരിയാണവൻ. ആ പരമാധികാരിയുടെ കൈക്കീഴിലാണ് നമ്മൾ. ഏതെങ്കിലും ഒരു